السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോമ്പുകാരാണ്, പള്ളിയിലാണ്. ആ നിലക്ക് അൽഹംദുലില്ലാഹ് വ്യത്യസ്ത നന്മകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭമാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ദീനിയായി നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനുമുള്ള ഒരു വേദി നമ്മളെല്ലാ റമദാനിലും ഇതുപോലെ വെള്ളിയാഴ്ചകളിൽ ഒരുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. ചോദ്യത്തിന് പരിധിയില്ല, ഉത്തരത്തിന് പരിധി ഉണ്ടാവും. ചോദിക്കാൻ എന്തും ചോദിക്കാറ്, അതെല്ലാം കൂടി പറയാൻ ഏതായാലും അതെക്കൊണ്ടും കഴിയില്ല, എനിക്കേതായാലും കഴിയില്ല. അതുകൊണ്ട് ചോദ്യം ഉന്നയിക്കാം, പക്ഷെ അറിയുമെങ്കിൽ മാത്രം വിശദീകരിക്കാം. ഇല്ലെങ്കിൽ അത് പിന്നീട് അന്വേഷിച്ച് പഠിച്ച് അടുത്ത ആഴ്ചയോ അതിനപ്പുറത്തൊക്കെയായി പറയാൻ ശ്രമിക്കാം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഏതാണെങ്കിലും അറിവാണ് ഏറ്റവും പ്രധാനം. രണ്ട് രൂപത്തിലാണ് അറിവ് ലഭിക്കുക. ഒന്ന് ചോദിച്ചും ആളുകളിൽ നിന്ന് കേട്ടും ഒക്കെയുള്ള അറിവാണ്. മറ്റൊന്ന് വായിച്ചു നേടുന്ന അറിവാണ്. കിതാബുകൾ വായിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങൾ. രണ്ടിനും അതിൻ്റെതായ നേട്ടങ്ങളുണ്ട്. ഏത് വഴിക്കാണെങ്കിലും അറിവ് പരമാവധി നേടുക എന്നത് നമ്മളൊക്കെ അനിവാര്യമായും ചെയ്യേണ്ടുന്ന കാര്യമാണ്. അറിവില്ലായ്മ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ പരിഹാരം അറിവ് തന്നെയാണ്. ദീനിന്റെ പേരിൽ ഫിത്നകൾ ധാരാളമായി നടക്കുന്നു. മതമല്ലാത്തത് മതമായി പ്രചരിപ്പിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി ചില കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ നമ്മളും തോന്നും ഇതൊക്കെ ശരിയാണ് എന്ന്. അത് കുറെ കാലം ഒരുപക്ഷെ നമ്മൾ അമൽ ചെയ്യും, പിന്നെയാണ് മനസ്സിലാവാതൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ തെറ്റായ നയങ്ങൾ എമ്പാടും ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ ശരിയെപ്പറ്റി പഠിക്കലാണ് അതിനുള്ള പരിഹാരം. എത്ര വലിയ അറിവുള്ള ആളുകളും ഒരുപക്ഷെ ഇത്തരം ചില ചതിക്കുഴികളിൽ പോയി ചാടാൻ സാധ്യതയുണ്ട്. എങ്കിൽ സാധാരണക്കാരെ നമ്മളൊക്കെ എന്തായിരുന്നാലും പെട്ടുപോകും. ആ തിരിച്ചറിവുണ്ടാകണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. കൊണ്ട് നന്നായി വായിക്കുക, കേൾക്കാൻ പറ്റിയ സംസാരങ്ങൾ, പ്രഭാഷണമെല്ലാം കേൾക്കുക, ചോദിച്ചറിയാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ ചോദിച്ചറിയുക. അങ്ങനെ സംശയമുക്തമായി ദീന് ജീവിതത്തിൽ ഉൾക്കൊണ്ട് പോകലാണ് രക്ഷക്കുള്ള പരിഹാര മാർഗം എന്ന് ആമുഖമായി സൂചിപ്പിക്കുക. അതേപോലെ വിശദീകരിച്ച് കടക്കും മുമ്പ് 2-3 കാര്യം. ഇന്ന് ജാമ്യയുടെ സാമ്പത്തിക സമാഹരണം നമ്മൾ സാധാരണ റമദാനിലാണ് നടത്താറുള്ളത്. മിനി ഊട്ടിയിൽ പ്രവർത്തിക്കുന്ന ജാമിഅ അൽ ഹിന്ദ് എന്ന നമ്മുടെ മെയിൻ ക്യാമ്പസ്, പാണക്കാട് എടൈപ്പാലത്തുള്ള അതിന്റെ തന്നെ വനിതാ ക്യാമ്പസ്,
ഈ 2 ക്യാമ്പസുകളിലായി 690 വിദ്യാർത്ഥിനികൾ താമസിച്ചു പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇന്ന് ദീനീ രംഗത്ത് പ്രബോധന രംഗത്തെല്ലാം നിറ സാന്നിധ്യമായി ഉള്ളത്. നമ്മുടെ പള്ളിയിൽ ദർസുണ്ട്. ദർസ് പഠിപ്പിക്കുന്ന ഉസ്താദ് മുദരിസ് ജാമ്യയിൽ പഠിച്ചു തുടങ്ങിയ വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ ഇമാമ് നമ്മുടെ ജാമ്യയിൽ പഠിച്ച കുട്ടിയാണ്. ഇങ്ങനെ ഏത് പരിസരത്തുള്ള പള്ളി എടുത്താലും അവിടെയൊക്കെ ഒന്നുകിൽ ഖതീബായി അല്ലെങ്കിൽ ഇമാമായി ഒക്കെ ജാമ്യയിൽ പഠിച്ച് കഴിഞ്ഞവരാണ് മിക്കവാറും ഉള്ളത്. ആയിരക്കണക്കായ ആളുകളാണ് എല്ലാ കൊല്ലവും ശിർക്കിന്റെ പ്രചാരകരായി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെല്ലാം പ്രതിരോധിക്കാൻ തൗഹീദിന്റെ പ്രബോധകരായി ഇന്നുള്ളത് ഹിക്കമികൾ എന്ന നമ്മുടെ ജാമ്യയുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അത്തരം സ്ഥാപനം നിലനിൽക്കണം. നമ്മളൊക്കെ അതിന് ചെയ്യാൻ കഴിയുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ഒരു ദിവസം ആ സ്ഥാപനം വർക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ ഓരോ ദിവസവും ആവശ്യമാണ്. ഒരു മാസം 37,80,000 രൂപയാണ് നമ്മുടെ സ്ഥാപനത്തിന് ഒരു മാസം ആവശ്യം. എത്രമാത്രം വലിയ ഭാരമാണ് എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം താമസ ഭക്ഷണ പഠനമെല്ലാം ഫ്രീ ആയാണ് നമ്മൾ നൽകുന്നത്. നമ്മളൊന്നും ആണ്ട് എന്ന് ചോദിക്കാൻ കാത്തിക്കാതെ എല്ലാവരും കണ്ടറിഞ്ഞ് ജാമ്യക്ക് ഒരു വിഹിതം നൽകാൻ പ്രത്യേകമായി പരിശ്രമിക്കുക. പുറത്ത് കൗണ്ടറുണ്ട്, അവിടെ കൊടുത്താലും ജാമ്യ റസീറ്റ് ഒന്ന് വാങ്ങാം. നമ്മുടെ വേങ്ങര മണ്ഡലത്തിലെ എല്ലാ ശാഖയിലും ശാഖാ സെക്രട്ടറിമാരുടെ കൈവശം ജാമ്യ റസീറ്റ് ഉണ്ട്. അവരെ ഏൽപ്പിച്ചാലും അത് 100% ജാമ്യയിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് 13 ലക്ഷം രൂപയാണ് ഒരു ടാർജറ്റായി നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതൊരു സൗകര്യത്തിന് നിശ്ചയിക്കണം. അത് നോക്കണമെന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയ പരമാവധി നമ്മൾ ചെയ്യുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് നമ്മുടെ വിസ്ഡം ഓർഗനൈസേഷന്റെ സംസ്ഥാന വർക്കിംഗ് ഫണ്ടും ഈ സമയത്ത് പിരിക്കാറുണ്ട്. അത് ഒരു പ്രവർത്തകൻ 500 രൂപ കൊടുക്കുക എന്നാണ് നമ്മൾ കണ്ട രീതി. നമ്മുടെ ജാമ്യ അടക്കം ബീസ്റേഡിയോ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ ദീനി സംരംഭങ്ങൾ, അതിന് ആസൂത്രണം, അതിനെല്ലാം വേണ്ടിയുള്ള ഒരു വർക്കിംഗ് ഫണ്ടാണ് പിരിക്കാറുള്ളത്. അതും പുറത്തുണ്ട്. 500 രൂപ കൊടുത്താൽ നമ്മുടെ വിഹിതം അത് കിട്ടി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ സംരംഭങ്ങൾ നമ്മളൊക്കെ ഈ സമയത്ത് സഹായിക്കേണ്ടതാണ്, സഹായിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ഏതാണെങ്കിലും ദീന് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അമലാക്കി മാറ്റാനും ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അനിവാര്യമായി അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. നമുക്കൊരാൾക്ക് മാത്രം ഉപകാരമുള്ളതല്ല, ഇവിടെ കൂടിയ എല്ലാവർക്കും, അതേപോലെ പിന്നീട് ഇതിന്റെ റെക്കോർഡ് കേൾക്കുന്ന ആളുകൾക്കുമെല്ലാം ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുക. അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. നമുക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു മസലയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ചോദിക്കാം. എല്ലാവരുടെയും സമയം അതിനുവേണ്ടി ചെലവഴിക്കണം എന്നില്ല. ഞാൻ ആർക്കും പ്രത്യേകം ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് നിർത്തിവെച്ച് ഖുർആൻ പാരായണമോ മറ്റേ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ കൂടുകയും ചെയ്യാം. അള്ളാഹു ഇവിടെ ദീന് ശരിയാവണ്ണം ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും എല്ലാമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഫർദ് നമസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയുന്നു. അതേപോലെ സുന്നത്ത് നിസ്കാര ശേഷം ഉണ്ടോന്നാണ്. സുന്നത്തായി പഠിപ്പിച്ചത് ഫർദിന് ശേഷമാണ്. ഇത്തരം ദിക്റുകളൊക്കെ ഫർദ് നിസ്കാര ശേഷമാണ് പ്രത്യേകം സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതേപോലെ ഇസ്തിഗ്ഫാർ, ഇതൊക്കെ ഫർദ് നിസ്കാര ശേഷമുള്ള ദിക്റുകളായി പ്രത്യേകമായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകം സുന്നത്ത് ഫർദിന് ശേഷമേ ഉള്ളൂ. എന്നാൽ ഇസ്തിഗ്ഫാർ എപ്പോഴും ചെയ്യാം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇസ്തിഗ്ഫാർ വരാൻ കാരണം അമൽ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. അപ്പൊ നിസ്കാരം വലിയ അമലാണ്.
ആ അമല് നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനെ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. അപ്പൊ അതാണ് സലാം കിട്ടുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എന്നോട് പൊറുക്കൽ തേടുന്നു എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം ആ നിസ്കാരത്തിൽ വല്ല കുറവുകളും പോരായ്മയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലുമുള്ള ഒരു ഇസ്തിഗ്ഫാർ കൂടിയാണ് അത്. ആ നിലയ്ക്ക് പൊതുവായി ഒരാൾക്ക് ചെയ്യാം എന്നല്ലാതെ പ്രത്യേകമായ സുന്നത്തായി പഠിപ്പിച്ചത് ഫർദ് നിസ്കാര ശേഷമാണ്. സ്ത്രീകളെ ഭാഗത്തും ഉണ്ടെങ്കിൽ കുട്ടികളെ എഴുതി കൊടുത്തേച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വേറെ തശഹുദിൽ വിരൽ ഉയർത്തുമ്പോൾ തള്ളവെല്ലും മറ്റു വെല്ലും കൂട്ടിപ്പിടിച്ച് നബി ഇങ്ങനെ പിടിച്ചുവെന്നാണ് ഹദീസിലുള്ളത്. അറബിയിൽ 53 എന്ന് എഴുതിയ പോലെ എന്നാണ് സ്വഹാബി അതേക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് 5 ആണ് അറബിയിൽ. ഇത് 3ന്റേതുമാണ്. ഒരു കാലും ഇത് കഴിഞ്ഞ 3മായി. അതാണ് 53 വരങ്ങൾ. 53 പോലെ നബിതങ്ങൾ കൈ പിടിച്ചു എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ശരിയായ ഒരു പിടുത്തത്തിന്റെ രീതി. കേട്ടില്ല. ഒരു നാട്ടിൽ മാസം കണ്ടാൽ ആ നാട്ടിൽ പെരുന്നാളും നോമ്പും ഒക്കെ തീരുമാനിക്കുന്നു. അപ്പൊ നാടിന്റെ പരിധി എങ്ങനെയാണ് നിശ്ചയിക്കുക എന്നാണ്. 2-3 രീതിയിൽ നാടിന്റെ പരിധി നിശ്ചയിക്കപ്പെടും. ഒന്ന്, ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾ മൊത്തം ഇസ്ലാമികമായ ഭരണത്തിന് കീഴിലാണ് എങ്കിൽ ആ ഭരണാധികാരിയുടെ അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ ഒരു നാടായിട്ടാണ് അപ്പൊ കണക്കാക്കുന്നത്. അതിനുള്ളിൽ സമയവ്യത്യാസമുണ്ടാവാം, ഉദയ വ്യത്യാസമുണ്ടാകാം, അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല. ഉദാഹരണമായി സൗദി അറേബ്യ വിശാലമായ നാടാണ്. ദമാമും ജിദ്ദയും തമ്മിൽ 3/4 മണിക്കൂർ സമയ വ്യത്യാസം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ചലനങ്ങൾ, ചന്ദ്രന്റെ ചലനങ്ങളൊക്കെ ആ നിലയ്ക്ക് മാറ്റമുണ്ടാവും. പക്ഷെ ആ രാജ്യത്ത് എവിടെ കണ്ടാലും ആ നാട്ടിൽ കണ്ടു എന്ന പരിഗണനയിൽ അത് ആ നാട്ടിൽ മൊത്തം ബാധകമാണ്. അതാണ് അതിലുള്ള. അത് ഇസ്ലാമിക ഭരണമാണ്, ഒരു ഭരണാധികാരിയാണ്. ആ നാട്ടിൽ രണ്ടഭിപ്രായം പറ്റൂല. ഇവിടെ കണ്ടിട്ടില്ല, അവിടെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ആ ഭരണാധികാരിക്ക് അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ അതിന് കീഴിൽ വരും. എന്നാൽ നമ്മളൊക്കെ നാട് പോലെ ഇസ്ലാമിക ഭരണമില്ലാത്ത നാടുകൾ, അവിടുത്തെ മുസ്ലിമീങ്ങൾ കൂടി എല്ലാവരും കൂടെ ഇത്തിഫാഖായി ഒരു ഏരിയ തീരുമാനിച്ചാൽ അതിന് മതപരമായി അനുവാദമുണ്ട്. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും കൂടി തീരുമാനിക്കുന്നു കേരളത്തിൽ എവിടെ കണ്ടാലും നമുക്കത് പരിഗണിക്കാം എന്ന ഇത്തിഫാഖായി കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ കണ്ടാലും മതി, പിന്നെ വ്യത്യാസമില്ല. അങ്ങനെ ഇത്തിഫാഖ് ഇല്ലെങ്കിൽ, അങ്ങനെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ തീരുമാനമൊന്നുമില്ല എങ്കിൽ ചന്ദ്രന്റെ ഉദയ വ്യത്യാസമാണ് പരിഗണിക്കുന്നത്. ചന്ദ്രൻ എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ഉദിക്കലും അസ്തമിക്കലും ഒന്നും. നമ്മളെ കലണ്ടർ നോക്കിയാൽ അറിയാം, 4 സ്ഥലം കലണ്ടർ കൊടുത്തുണ്ടാവും. കാസർഗോഡ്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, 4 ഭാഗത്ത് നിസ്കാര സമയം കലണ്ടറിലുണ്ടാവും. ശരിക്കും 4 10-15 സ്ഥലം കൊടുക്കാൻ മാത്രം വകുപ്പുണ്ട്. ഇതൊക്കെ മാറ്റം വരും, ചെറിയ മിനിറ്റിന്റെ വ്യത്യാസം. ഈ ദിശ മാറുന്നതിന് മാറും. അത് ഈ 4 ഏതാണ്ട് ഒരേ ലൈനാണ്, തീരദേശമാണ്. കിഴക്കോട്ട് പോകുമ്പോൾ ഇനി മാറ്റമുണ്ടാവും. ഈ നിലമ്പൂര്, കോഴിക്കോട് അങ്ങോട്ട് പോയാൽ മാറ്റമുണ്ടാവും. അത് കൊടുക്കാത്ത നമുക്ക് ഈ ഭാഗത്തേക്ക് അധികമില്ല. കേരളം ഇങ്ങനെ നമ്മളത്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 4 ഏരിയ അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ പരിഗണിക്കുന്നത് ഇപ്പോ കോഴിക്കോടാണ്. കോഴിക്കോട് ടൈമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഇവിടെയും കോഴിക്കോടും ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. ഇനി ഊട്ടി പോയാൽ സമയ വ്യത്യാസം ഉയർന്ന സ്ഥലമാണ്. ഉദയ വ്യത്യാസമാണ് സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടുന്നത്. അതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി എല്ലാവരും സ്വീകരിച്ചു പോകുന്നതാണ് ഉദയ വ്യത്യാസം പരിഗണിക്കുക. അപ്പൊ കേരളത്തെ പൊതുവെ ഒരു ഉദയസ്ഥാനമായി കണക്കാക്കുന്നു. കേരളം എന്നുള്ളത് ഒരു ഉദയസ്ഥാനം, അപ്പൊ അത് ഒരു നാട്. ആ പരിഗണനയിൽ അതൊരു നാട്. അപ്പൊ ആ നാട്ടിൽ എവിടെ കണ്ടാലും ആ നാട്ടുകാർക്ക് അത് ബാധകമാണ് എന്നാണ് നമ്മൾ കാലങ്ങളായി ഇവിടെ സമസ്തക്കാരും മുജാഹിദീങ്ങളും ഒക്കെ കാലങ്ങളായി സ്വീകരിച്ചു പോകുന്ന ഒരു നയം അതാണ്. അപ്പൊ കേരളം എന്ന നാടിനെയാണ് നമ്മൾ അതിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അപ്പുറത്തെ നാട്ടുകാർക്ക് വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കാം. ഇസ്ലാമികമായി തെറ്റൊന്നുമില്ല. ഇപ്പൊ
ലക്ഷദ്വീപിൽ പ്രത്യേകിച്ച് ഇതേപോലെ ഒരു മാസം കാണാൻ സംവിധാനമോ നോക്കാൻ സംവിധാനമോ പ്രഖ്യാപിക്കാൻ സംവിധാനമോ അങ്ങനത്തെ പണ്ഡിതന്മാരോ മതസംഘടനയോ ഖാദിമാരോ ഒന്നുമില്ല. അപ്പൊ അവർ ചെയ്യാറുള്ളത് കേരളത്തെ ഫോളോ ചെയ്യാത്തതാണ്. കേരളത്തിൽ കണ്ട് പ്രഖ്യാപിച്ചാൽ അവരും അതേപടി സ്വീകരിക്കും. അത് ശരിയായി ശരിയാണ്. അത് മുസ്ലിമീങ്ങൾ എല്ലാവരും ഇത്തിഫാക്കായ കാര്യമാണ്. അവിടെ അതിന് വിരോധമൊന്നുമില്ല, അവർക്കത് ചെയ്യാം. ഇനി അങ്ങനത്തെ ഒരു സംവിധാനമില്ലാത്ത നാട്ടിൽ ഒരു മുസ്ലിം പോയി പെട്ടു. അവിടെ അങ്ങനത്തെ പള്ളിയില്ല, ഹിദായത്ത് കമ്മിറ്റിയില്ല, അവിടെ അങ്ങനെ ഖാദിമാരില്ല, മാസം കാണാനും നോക്കാനും പ്രഖ്യാപിക്കാനും സംവിധാനമില്ല. അതൊന്നുമില്ലാത്ത നാട്ടിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടി വന്നു എങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ മാസം കണ്ടതോ അറിയില്ല, അത് പ്രഖ്യാപിക്കുക ഒന്നുമില്ല. എങ്കിലും അയാൾ കണ്ടിട്ട് നോമ്പ് വയ്ക്കാവുന്നത് ഏതെന്നാലും പ്രായോഗികമായി കൊള്ളണമെന്നുമില്ല. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്നത് തൊട്ടടുത്ത് ഏത് നാട്ടിലാണോ ഈ സംവിധാനം ഉള്ളത് ആ നാടിനെ അയാൾക്ക് പിന്തുടരാം. ആ നാട്ടിലില്ലെങ്കിൽ തൊട്ടടുത്തൊരു രാജ്യത്ത് എവിടെയാണോ മാസം കണ്ട് പ്രഖ്യാപിക്കുന്ന സംവിധാനം ഉള്ളത് എങ്കിൽ ആ നാട്ടുകാരെ കൂടെ അയാൾക്ക് കൂടാം. അയാൾ ആ നാട്ടിൽ പ്രഖ്യാപിച്ചാൽ അയാൾക്ക് ഇവിടെ നോമ്പ് വെക്കാം, അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാം. അതുമല്ലെങ്കിൽ അയാൾക്ക് മക്കയെ അടിസ്ഥാനമായി സ്വീകരിക്കാം. അങ്ങനെ തൊട്ടടുത്ത നാടില്ല, അല്ലെങ്കിൽ ആ നാടിന് അറിയാൻ അയാൾക്ക് വഴിയില്ല, അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് മക്കയെ ഒരു ബേസായി കണ്ടുകൊണ്ട് മക്കയിൽ മാസം മാറിയാൽ അയാൾക്ക് അത് സ്വീകരിക്കാം. അതല്ല മാർഗമില്ല അയാൾക്ക്, അതല്ലാത്ത വേറെ വഴിയില്ല. ഇതാണ് പൊതുവെ ആവശ്യത്തിൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വീകരിക്കുന്നത് കേരളം എന്ന നാടിനെ ഒരു നാടായി കണക്കാക്കി അതിൽ എവിടെ കണ്ടാലും നമ്മളത് കേരളക്കാരെ മൊത്തം സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ പൊതുവെ സ്വീകരിച്ച ഒരു മാനദണ്ഡം. അതിന് ഒരു കാരണം കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഇന്ത്യ മൊത്തം ഒന്നാക്കി സ്വീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ ഒന്നിച്ച് ഒറ്റ പ്രദേശമായി കണ്ട് ഇന്ത്യയിൽ എവിടെ കണ്ടാലും സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം തെറ്റാണോ വെച്ചാൽ തെറ്റല്ല, ശരിയാണ്. പക്ഷെ എല്ലാ മുസ്ലിമീങ്ങളും അതിലേക്ക് എത്തണം. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഫിഖ്ഹിൽ ഷാഫി മദ്ഹബാണ് സ്വീകരിക്കുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉദയ വ്യത്യാസമാണ് അടിസ്ഥാനം. അതുകൊണ്ട് ഇന്ത്യ മൊത്തം കണ്ടാൽ സ്വീകരിക്കുക എന്ന നയത്തിലേക്ക് ഇവിടുത്തെ ഷാഫി മദ്ഹബുകാർ ഒരു കാലത്തും എത്തുകയില്ല. അപ്പൊ പിന്നെ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ ഇവിടെ പെരുന്നാളും നോമ്പൊക്കെ കലാകാലം ഭിന്നിപ്പുണ്ടാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഈ നാട്ടിൽ കണ്ട സ്വീകരിക്കാൻ നയം അംഗീകരിച്ചതായതുകൊണ്ടും നമ്മളവിടെ ഈ നാടിനെ നാടായി പരിഗണിച്ചു എന്ന് മാത്രം. ഏതെങ്കിലും കാലത്ത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിമീങ്ങളൊക്കെ ഇത്തിഫാഖായി ഇന്ത്യയിൽ എവിടെ കണ്ടാലും അത് എല്ലാവർക്കും ബാധകമാണ് എന്ന് എല്ലാ മുസ്ലിമീങ്ങളും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മൊത്തം എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കേരളത്തിൽ കണ്ടോളുന്നില്ല, തമിഴ്നാട്ടിലോ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ കണ്ടാലും ഇന്ത്യ എന്ന നാടിനെ നാടായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കും. ഈ നാട് എന്നുള്ള അതിർത്തി എപ്പോഴും മാറും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജോഗ്രഫിക്കൽ അതിർത്തിയല്ലോ പണ്ടുള്ളത്. പണ്ട് ഇന്ത്യ 500 രാജ്യങ്ങളായി, കേരളം 3 രാജ്യമായി. പിന്നെയാണ് അപ്പൊ അതൊക്കെ ഒന്നായി മാറി. നമ്മളൊക്കെ മലബാറൊക്കെ മദ്രാസിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായും ഭരണം മാറുമ്പോൾ നാട് മാറുമ്പോഴൊക്കെ ഈ അതിർത്തികൾ മാറി മാറി വരും. എന്നതുപോലെ ഈ വിഷയത്തിൽ അവിടുത്തെ മുസ്ലിമീങ്ങളെ ഏകോപനമാണ് അതിൽ ഒരു ബേസായി കണക്കാക്കുക എന്നാണ്. സൗദി അറേബ്യ ബേസാക്കുക എന്ന ഒന്ന് ഇല്ല. അതെ, അത് ശരിയല്ല. സൗദി അറേബ്യ ബേസാക്കുക എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. സൗദി അറേബ്യയേക്കാൾ നമ്മൾ 2.5 മണിക്കൂർ ഇപ്പുറത്തേക്കാണ്. ആ സൗദിനേക്കാൾ അപ്പുറത്തുള്ള മനുഷ്യന്മാരുണ്ടാവും. സൗദി നേരെ അപ്പുറത്തുള്ളവർക്ക് ഒരു പിറകോട്ടാ പോകും. ഇപ്പൊ സൗദി അറേബ്യയില് 11:30 മണിയാണ്. അതേസമയം സൗദി അറേബ്യയിൽ മാസം കാണുമ്പോ നമ്മളെ സംബന്ധിച്ച് രാത്രി 8 മണിയോ 8:30 ആയിട്ടുണ്ടാവും. സൗദി അറേബ്യ മാസം കാണുമ്പോ അസ്റായ നാടുണ്ടാവും, ബുഹ്റായ നാടുണ്ടാവും, ഓരൊക്കെ സ്വീകരിക്കും. അപ്പൊ സൗദി അറേബ്യയെ ബേസാക്കുക എന്നുള്ളത് പൊതുവായി ഉള്ള നയമല്ല, അങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നാട്ടിൽ പോയി പെട്ടു, ആ നാട്ടിലൊക്കെ സംവിധാനമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് ഇനി എന്ത് ചെയ്യും, എന്തെന്ന് വേണല്ലോ. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ മക്കയെ സ്വീകരിക്കാം. അത് സൗദി അറേബ്യ എന്ന രാജ്യം ഉണ്ടെങ്കിലും രാജ്യം ഉണ്ടെങ്കിലൊക്കെ. സൗദി അറേബ്യ ഉണ്ടായതന്നെ നബിന്റെ കാലത്ത് സൗദി അറേബ്യ ചെല്ലും. അന്ന് മക്ക ഒരു രാജ്യമാണ്, മദീന മറ്റൊരു രാജ്യമാണ്. നബി മക്കത്തുനിന്ന് ഹിജ്റ പോയത് മദീനത്തേക്കല്ലേ. അന്ന് മക്ക ഒരു നാട്, മദീന മറ്റൊരു നാട്, ത്വായിഫ് വേറൊരു നാട്. നബി ആദ്യം പോയി നോക്കി ത്വായിഫ് കാണും. ഇന്നോ മക്ക മദീന ത്വായിഫൊക്കെ ഒറ്റ രാജ്യത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ അത് ഇനിയും മാറാം. സൗദി അറേബ്യയുടെ ബൗണ്ടറികൾ ഒരു പക്ഷെ ഇനിയും മാറിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് മാത്രം സൗദി അറേബ്യയെ ബേസായി സ്വീകരിക്കാം. അല്ലാതെ സൗദി അറേബ്യയെ മൊത്തം ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്ന് എവിടെയും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.
പാടില്ല. സൗദി വാങ്ങുകൊടുത്താൽ മുസ്ലിങ്ങളില്ലല്ലോ. സൗദി വാങ്ങുകൊടുക്കണേ, ഇഖാമത്ത് കൊടുക്കണേ, ഇമാം കയ്യട്ടൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. എന്നാലും നമ്മളിവിടെ കേൾക്കലില്ല. സൗദി മാസം കണ്ടാൽ ആ സമയത്തല്ല ഇവിടെ മാസം ഉണ്ടാവില്ല. സമയം 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യയിൽ നോമ്പെടുക്കാൻ നേരം നോമ്പെടുക്കില്ല. നമ്മള് അതിന് മുമ്പേ നോമ്പെടുത്ത് പോയിട്ടുണ്ടാവും. സൗദി അറേബ്യ മരുവാൻ കൊടുക്കട്ടെ, അങ്ങനെ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ എന്ന് സൗദി അറേബ്യയെ ബേസാക്കി നോമ്പ് തോറ്റോലും നോമ്പ് തുടങ്ങലും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഉദയാസ്തമയത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊരു ഇവിടുത്തെ കേൾക്കുമ്പോ തിരക്കില്ല തോന്നും. പക്ഷെ അതൊന്നും ന്യായമല്ല. മാത്രമല്ല അത്തരം തത്വങ്ങളുമായി വരുന്ന ആളുകൾ ഒരു പദം ന്യായം എന്ന തർക്കം ഒഴിവാകും, എല്ലാവർക്കും ഒരേപോലെ ആവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ തത്വവുമായി വരുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ തിരക്കില്ല തോന്നും. പക്ഷെ അതോട് ഇപ്പൊ സംഭവിച്ചെന്താണ്, സൗദി അറേബ്യയെ ബേസ് ആക്കുന്ന ആളുകൾ കേരളത്തിൽ ഒറ്റപ്പെട്ടവരാണ്. ഓരോ സ്വീകരിച്ചത് ലോകം മൊത്തം തർക്കം തീർക്കാനാണ്. ഒരു സ്വീകരിച്ചപ്പോൾ ഉണ്ടായതോ അവനെ വീട്ടിലടക്കം തർക്കം ഉണ്ടായി. വീട്ടിൽ പണ്ട് ഓരോ ഒപ്പം നോക്കിയ ആളുകൾ ഒരു പോലീസ് നേരത്തായി. നാട് മൊത്തം ഒന്നാകാൻ വേണ്ടി തുടങ്ങിയ സിസ്റ്റം അവനെ വീട്ടിലടക്കം രണ്ടാവാണ് ഉണ്ടായത്. അല്ലാതെ അതുകൊണ്ട് ഐക്യം ഉണ്ടാവുകയല്ല, ഉള്ള ഐക്യം കൂടി പൊളിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും അങ്ങനെ ലോകം മൊത്തം ഐക്യപ്പെടാന്നുള്ളത് പോളിസി ഇല്ല. സമയത്തിന്റെ കാര്യത്തിൽ ലോകം മൊത്തം ഒന്നാക്കാൻ പറ്റും. ഇത് ഉരുണ്ടതാണ്, ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം ഒരേ ടൈം സോണൊക്കെ വരാം, എല്ലാവരും ഒരേപോലെ സൂര്യോദിക്കാം, ഒരേപോലെ അസ്തമിക്കാം എന്നുള്ളത് അന്ന് വെച്ചിട്ടില്ല. പിന്നെ അപ്പൊ നമ്മള് ഇത് മാത്രം ലോകത്ത് മൊത്തം ഒരേ സമയത്താകണമെന്ന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. ലോകം ഒന്നിച്ച് ഒറ്റ ഭരണാധികാരി വന്ന് ഇസ്ലാമിക ഭരണം ലോകം മൊത്തം വരുമ്പോൾ ആ ഭരണാധികാരി അങ്ങനെ തീരുമാനമെടുത്താൽ നമുക്കത് പറ്റും, അത് സ്വീകരിക്കാൻ പറ്റും. അത് ഷെയ്ഖ് അൽബാനിയൊക്കെ ഒരു സ്വപ്നമായി പറയും. ഷെയ്ഖ് അൽബാനി പറയുന്നുണ്ട്, എനിക്ക് അതൊരു ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ലോകം ഒന്നാകെ മുസ്ലിമീക്ക് മൊത്തം ഒരു ഭരണാധികാരി ഉണ്ടാവുക, ലോകത്ത് മൊത്തം എല്ലാവരും ഒരേ സമയത്ത് ഇതിലേക്ക് വരിക. പക്ഷെ അത് നടക്കൂല എന്ന് അദ്ദേഹം പറയും ചെയ്തു. അതൊരു ആഗ്രഹം, ഒരു സ്വപ്നം പറയാന്നല്ലാതെ അതൊരു പ്രായോഗിക ഫലം എന്റെ കാലത്തപ്പം നോക്കാം. അതെ അതെ ഇസ്ലാമിയുടെ കാലത്ത് ഉണ്ടാവും. ഇസ്ലാം വരുന്ന കാലത്ത് മൊത്തത്തിൽ ലോകം മൊത്തം അങ്ങനെ ഒരു ഫലത്തിന് കീഴിലേക്ക് വരും എന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ഈസാ നബി ഇവിടെ വിധി പറയുക. തൗറാത്ത് പ്രകാരമല്ല, ഇഞ്ചീൽ പ്രകാരമല്ല, ഖുർആനും ഹദീസും അനുസരിച്ചാണ് ഈസാ നബി ഇസ്ലാമിയുടെ ഭരണം നടപ്പാക്കുക എന്നാണുള്ളത്. അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് അപ്പോഴേക്ക് നോക്കാം, നമ്മളൊക്കെ ഉണ്ടാവും എന്നറിയില്ല. ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ മഅ്മൂമാർ ആമീൻ പറയേണ്ടത് ഇമാമിന്റെ ആമീന്റെ കൂടെയാണ്. നബി ഞങ്ങൾ പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു ആമീൻ ഫഖൂലു ആമീൻ, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക. മറ്റു ഹദീസിൽ നിങ്ങൾ ഇമാം റളിയല്ലാഹു ഓതിക്കഴിഞ്ഞാൽ നിങ്ങളും ഇമാമിന്റെ കൂടെ ആമീൻ പറയുക. ഫമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഇമാമിന്റെ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. മറ്റു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകളും അതിന്റെ കൂടെ ആമീൻ പറയും, നിങ്ങളും ആ ഇമാമിന്റെ കൂടെ ആമീൻ പറയുക. ഇമാമിന്റെ ആമീനും മലക്കൾ ആമീനും നിങ്ങൾ ആമീനും ഒക്കെ യോജിച്ചു വന്നാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടും. അപ്പൊ ഇമാമ് ആമീൻ പറയുമ്പോഴാണ് നമ്മൾ ആമീൻ പറയേണ്ടത്. ഒന്നുകിൽ ഇമാമിന്റെ ഒപ്പം തന്നെ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ അതേ പറയുന്നു, അല്ലെങ്കിൽ തൊട്ട് പിറകിലായിക്കൊണ്ട്. കാരണം ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക എന്ന പ്രയോഗം ഹദീസ് വന്നത് കൊണ്ട് തൊട്ട് പിറകിലായി പറഞ്ഞാലും വിരോധമില്ല. ഇമാം റളിയല്ലാഹു പറയുമ്പോഴേക്കും ആമീൻ പറഞ്ഞു പോയാൽ ഈ വമ്പൻ ഓഫർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നിസ്കാരം ശരിയാവും, ഫാത്തിഹ ശരിയാവും, പക്ഷെ ഈ വലിയ ഓഫർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആമീൻ പറയേണ്ടത് ഇമാമിന്റെ ആമീനിന്റെ കൂടെയാണ് എന്ന് ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു അക്ബർ. മഅ്മൂം എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത്? അത് എല്ലാ മഅ്മൂമിനും ഒരേ ഹുക്മല്ല. 2-3 രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇമാമ് ഉറക്കെ ഓതാത്ത നിസ്കാരമോ ഓതാത്ത റക്അത്തോ അവിടെ മഅ്മൂമിനും
തുടക്കം മുതലേ ഫാത്തിഹ ഓതാം. 2, ഇമാമിന്റെ ഫാത്തിഹ കേൾക്കുന്ന ഇമാം ഫാത്തിഹ ഓതുന്നു, അത് കേൾക്കുന്നുണ്ട് എങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസം പഴയകാലം മുതൽ തന്നെ ഉണ്ട്. ഇമാമിന്റെ ഫാത്തിഹ ശ്രദ്ധിക്കുകയും അതിനുശേഷം ഇവന്റെ ഫാത്തിഹ ഓതാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നുവെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് ഇവന്റെ ഫാത്തിഹ മാറ്റിവെക്കലുമാണ് നല്ലത്. ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ ശ്രദ്ധിക്കുന്നു, ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞു ഉടനെ നമ്മൾ ഫാത്തിഹ ഓതി എങ്കിൽ ഇമാം സൂറത്ത് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ആ ഫാത്തിഹ തുടങ്ങി ഏതാണ്ടൊക്കെ ആവാൻ സമയമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്ന് മാത്രമല്ല ചില പണ്ഡിതന്മാരൊക്കെ ഇമാമിന്റെ ഫാത്തിഹ കേൾക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതാൻ പാടില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, മൗനം പാലിക്കുകയും ചെയ്യുക. ഇത് നിസ്കാരത്തിൽ ഖുർആൻ ഓതാനെ പറ്റി ഇറങ്ങിയ ആയത്താണ്. ഇമാം അഹ്മദ് പറഞ്ഞു, വഹാദാ ഫിസ്സലാ, ഈ ആയത്തിൽ പറഞ്ഞത് നിസ്കാരത്തിലാകുന്നു. നിസ്കാരത്തിൽ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ മൗനം പാലിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കുന്നു. അപ്പൊ ഈ ഖുർആൻ ഓതപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഏത് ഓത്താണ്? ഇമാമിന്റെ ഓത്താണല്ലോ. നിസ്കാരത്തിൽ ഖുർആൻ ഓതപ്പെടുന്നത് ഇമാമാണ് ഉറക്കം ഓതുന്നത്. അപ്പൊ ഇമാമ ഓതിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നാണ് ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഫാത്തിഹയ്ക്ക് അതിന് ഇളവുണ്ടോ ഇല്ലേ എന്നതാണ് പിന്നുള്ള ചർച്ച. ഈ പറഞ്ഞത് നിസ്കാരത്തിൽ എപ്പ ഇമാം ഓതിയാലും നമ്മൾ ശ്രദ്ധിക്കണം. ഫാത്തിഹ ഫർദായതുകൊണ്ട് ഫാത്തിഹയ്ക്ക് ഇത് ബാധകമല്ല എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. ഫാത്തിഹ നമ്മൾ ഓതുക, സൂറത്ത് ഇമാം ഓതുമ്പോ പിന്നെ നമ്മൾ ഓതാൻ പാടില്ല, ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ചില പറഞ്ഞല്ല ഫാത്തിഹയ്ക്കും ഇത് ബാധകമാണ്. കാരണം ഖുർആൻ ഓതപ്പെട്ടാൽ ശ്രദ്ധിക്കാതല്ലേ, ഖുർആനിൽ പെട്ടാണോ ഫാത്തിഹ, അപ്പൊ ഫാത്തിഹയ്ക്കും അത് ബാധകമാണ്. അതുകൊണ്ട് ഫാത്തിഹയും ഇമാം ഓതുമ്പോ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് പിന്നെ ഒരു ഇടവേള കിട്ടും അവർ ഓതട്ടെ. ഇനി ഇടവേള കിട്ടിയില്ല, ഓതിലെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല എന്നാണ് അത്തരം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ഫാത്തിഹ ഓതിരി കുഴപ്പമില്ല, ഇമാമിന്റെ ഫാത്തിഹ മതി, കേട്ടല്ലോ ശ്രദ്ധിച്ചല്ലോ, അവനത് മതി. ഏതായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഫാത്തിഹ അവന് ഓതണം. ഒന്നുകിൽ ഇമാമിന്റെ തൊട്ടുപിറകായിക്കൊണ്ട് ഓതുന്നു, അല്ലെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞ ശേഷം അവൻ പാരായണം ചെയ്യുന്നു. മറ്റു സൂറത്തുകൾ ഇമാം ഓതുമ്പോൾ നമുക്ക് അറിയുന്ന സൂറത്താണെങ്കിലും നമ്മൾ കൂടെ ഓതാൻ പാടില്ല, നമ്മൾ അത് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. നിസ്കാരത്തിലെ ഒരു പ്രവൃത്തിയിലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഇമാമിന്റെ പിന്നിലാണ് പോകേണ്ടത്, അപ്പോഴാണ് ഇമാമ ആവുള്ളൂ. ഇമാമിന്റെ മുന്നിൽ ഇയാൾ പോവുകയാണെങ്കിൽ പിന്നെ മറ്റാൾ ഇയാളെ ഇമാമ ആവൂല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമൻ നിശ്ചയിക്കപ്പെട്ടത് പിന്തുടരാൻ വേണ്ടി ആകുന്നു. അതിനാൽ ഫൈദാ കബ്ബറ ഫകബ്ബിറു, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ നിങ്ങളും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ഇമാം റുകൂഇലേക്ക് പോയാൽ നിങ്ങൾ റുകൂഅ് ചെയ്യുക. വലാ തർകഉ ഖബ്ല യർകഅ, ഇമാം റുകൂഅ് ചെയ്യും മുമ്പ് നിങ്ങൾ റുകൂഅ് ചെയ്യരുത്. ഇമാം സുജൂദിലേക്ക് പോയാൽ നിങ്ങൾ സുജൂദ് ചെയ്യുക, ഇമാം സുജൂദ് ചെയ്യും മുമ്പ് നിങ്ങൾ സുജൂദ് ചെയ്യരുത്. ഏറ്റവും ശരിയായ രൂപം ഇമാം റുകൂഇലേക്ക് എത്തിയതിനു ശേഷം മഅ്മൂം റുകൂഅ് ആരംഭിക്കണം. ഇമാം സുജൂദിലേക്ക് എത്തിയ ശേഷം മഅ്മൂം ഇവിടുന്ന് പോകാൻ തുടങ്ങും. ഇമാം എഴുന്നേറ്റ് നിന്നതിന് ശേഷം മഅ്മൂം അവിടുന്ന് ഉയരുക. ഇതാണ് ഏറ്റവും ശരിയായ രൂപം. മുൻകടന്നു പോകൽ ഏതായിരുന്നാലും പാടില്ല. നബി തങ്ങൾ ഗൗരവമായി പറഞ്ഞു, ഇമാമിനെ മുൻകടക്കുന്ന ആളുകൾക്ക് വലിയ അദാബ് വരുമെന്ന് വരെ ഞാൻ ഭയപ്പെടുന്നു എന്ന് വരെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റുകൂഅ്, സുജൂദ്, അതേപോലുള്ള ഈ പോക്കുവരവുകൾ അതിലൊന്നും ഇമാമിനെ മുൻകടന്ന് പോകാൻ ഏതായിരുന്നാലും പാടില്ല. ഇമാമിന്റെ പിന്നിലാണ് പോകേണ്ടത്. ഇമാമ് ആ കർമ്മത്തിലേക്ക് എത്തിയ ശേഷമാണ് മഅ്മൂം ഈ കർമ്മപ്പെടുന്നത് ആരംഭിക്കേണ്ടത് എന്നാണ് ഏറ്റവും ശരിയായ രൂപം. കഴിഞ്ഞ 4 ദിവസം നമ്മുടെ നിസ്കാരത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം തീർച്ചയായിട്ടും നമ്മുടെ നിസ്കാരത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. എന്നാലും നിസ്കാരം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇനി കേട്ടാലും അവർക്ക് ഇതിലുള്ള എല്ലാ സംശയം തീരാൻ മാത്രമുള്ള നല്ലൊരു ക്ലാസ് ആണ് കഴിഞ്ഞ 4 ദിവസം ഇവിടെ നടന്നത്.
ഇഖാമത്ത് ജവാബ് ചെയ്യണോ എന്നാണ്. പ്രത്യേകമായി ഹദീസിൽ ഇഖാമത്തിന് ജവാബ് ചെയ്യണം എന്ന നിർദ്ദേശമില്ല. എന്നാൽ മുഅദ്ദിൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ പറയുക എന്നാണ് ഹദീസിലെ പ്രയോഗം. മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. അപ്പൊ മുഅദ്ദിൻ എന്ന ആ പൊതുപ്രയോഗത്തിൽ ബാങ്കും ഇഖാമത്തൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. ആ നിലക്കാണ് ഇഖാമത്തിന് ജവാബ് വേണം എന്ന് പറഞ്ഞവർ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവര് പറഞ്ഞ ന്യായമില്ല. അദാൻ എന്നുള്ളത് ബാങ്കിലും പറയാം, ഇഖാമത്തിനും പറയാം. ഹദീസിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇഖാമത്തിനും ജവാബ് ചെയ്യാം. ഇഖാമത്തിന് ജവാബ് ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു വെച്ചാൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ പറയുക. എല്ലാ സമയത്തും മുഅദ്ദിൻ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ പറയുക എന്നാണ് നബിയുടെ പ്രയോഗം. അതിന് ഒന്നാമത്തെ ഉദ്ദേശം ബാങ്കാണ്. അതുകൊണ്ട് ചെയ്താൽ തെറ്റായ കാര്യമൊന്നുമല്ല. ഈ ഹദീസിന്റെ വ്യാപകാർത്ഥത്തിൽ വേണമെങ്കിൽ അതിനെയും ഉൾപ്പെടുത്താൻ പറ്റും. ഇരുന്ന് സ്കരിക്കുമ്പോൾ കൈകൾ തന്റെ കാതിലാണ് വെക്കേണ്ടത്. പല ആളുകൾ നിലത്ത് വെക്കുന്നതിന് പകരം ഇങ്ങനെ മുന്നിൽ വാങ്ങിയിട്ട് കൈ ഇങ്ങനെ വെറുതെ വായുവിൽ ഇങ്ങനെ പിടിക്കും. അതിന്റെ ഒരു ആവശ്യമില്ല. അതല്ല വേണ്ടത്. അയാളെ കാൽ തുടകൾ തന്നെ കൈകൾ വെച്ചുകൊണ്ടാണ് റുക്കൂഉം സുജൂദും അവൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നബിതങ്ങൾ പഠിപ്പിച്ച രീതി. അതുപോലെ മുന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരു അതൊന്നുമില്ല. ഒരു സ്വഹാബി അങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ നബിതങ്ങൾ എടുത്തൊഴിവാക്കി. ഇതിൽ പറഞ്ഞു, നീ അല്പം കുനിയുക, സുജൂദിനാകുമ്പോൾ റുക്കൂഇനേക്കാൾ അധികമായി കുനിയുക എന്നാണ് നബിയുടെ പറഞ്ഞു കൊടുത്ത രീതി. അതുകൊണ്ട് സാധാരണ പോലെ തന്നെ അയാൾ അയാൾ തുടയിൽ വെച്ച് അയാൾ സുജൂദിന് വേണ്ടി ഇങ്ങനെ കുനിയുകയാണ് വേണ്ടത്. കൈകൾ ഇങ്ങനെ പുറത്തേക്ക് വെച്ച് ഇങ്ങനെ വെക്കേണ്ട കാര്യം ഇല്ല. അല്ലാഹു ഇഖാമത്ത് ശേഷം പ്രത്യേകിച്ച് ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. ബാങ്കിന് ശേഷമാണ് അത് വന്നത്. എന്ന ആ പ്രാർത്ഥന വന്നത് അവിടെയാണ്. കാരണം ദഅവത്ത് എന്നുള്ളത് ബാങ്കാണ്, ഒരു വിളി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ബാങ്കാണ്. സമയമായി എന്ന വിളംബരമാണ് ബാങ്ക്. നിസ്കാരം ആരംഭിക്കുന്നുവെന്ന അറിയിപ്പ് മാത്രമാണ് ഇഖാമത്ത്. അതുകൊണ്ടാണ് ഇഖാമത്തിന് ഇപ്പോ എല്ലാവരും റെഡി ആണെങ്കിൽ ഇഖാമത്തിന് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിസ്കാരം തുടങ്ങാൻ സമയമായി അറിയിക്കുകയാണ് ഇഖാമത്ത്. ബാങ്ക് തന്നെ. ബാങ്ക് നിസ്കാര സമയം പൊതുസമൂഹത്തെ പൊതുവായി അറിയിക്കുന്ന വിളംബരത്തിനാണ് ബാങ്ക് ആക്കപ്പെട്ടത്. അതോടൊപ്പം അതൊരു മതചിഹ്നം കൂടി ആണ് താൻ. അതുകൊണ്ട് ബാങ്കിലാണ് ശേഷം ആ ദുആ പ്രത്യേകമായി പഠിപ്പിച്ചത്. നിസ്കാരത്തിൽ നിൽക്കൽ എന്നുള്ളത് ഫർളാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു കസരെടുത്തിട്ട് ഇരുന്ന് നിസ്കരിക്കുക എന്നത് ഉണ്ടായിക്കൂടാ. ഫർള് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ ഫർളായ റുക്നായ കാര്യമാണ്. നിൽക്കാൻ കഴിഞ്ഞിട്ട് ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം ശരിയാവുകയില്ല. നിൽക്കാൻ കഴിയും, പക്ഷെ അയാൾ ഇരുന്ന് നിസ്കരിച്ചു എങ്കിൽ ഫർളാണെങ്കിൽ ആ നിസ്കാരം ശരിയാവില്ല. സുന്നത്ത് പറ്റും. സുന്നത്ത് നമുക്ക് ഒരു കുഴപ്പമില്ലെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം. തറാവിക്ക് വന്ന് നമുക്ക് അതിന് അവിടെ ഇരുന്ന് നിസ്കരിക്കാം, ഇതിന് പ്രശ്നമില്ല, നിസ്കാരം ശരിയാവും. പക്ഷെ നിന്ന് നിസ്കരിച്ച ആളുടെ പകുതി കൂലിയാണ് ഇരുന്നാ കിട്ടുന്നത് മാത്രം. കൂലി എത്ര മദീനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരാൾക്ക് അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാം. സുന്നത്തുകൾ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ റുക്നാണ്, നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകമാണ്. ഇവരങ്ങൾ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സ്വല്ലി ഖായിമൻ. ഇമ്രാൻ ബിൻ ഹുസൈൻ രോഗിയായി നിൽക്കുമ്പോൾ നബിതങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ നബിതങ്ങൾ അദ്ദേഹത്തോട് നിർദ്ദേശം നൽകിയതാണ്, നീ നിന്ന് നിസ്കരിക്കണം. അത് കഴിയില്ല എങ്കിൽ ഇരുന്ന് നിസ്കരിച്ചോ. അതും കഴിയില്ല എങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നീ നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ നിൽക്കാൻ കഴിയുന്ന ഒരാൾ നിന്നേ പറ്റുള്ളൂ. ഇപ്പൊ ചില ആളുകൾക്ക് പിന്നെ നിൽക്കാൻ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ റുക്കൂക്ക് പോകാൻ കഴിയില്ല, സുജൂദിക്ക് പോകാൻ കഴിയില്ല, അത്തഹിയ്യാത്തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചില ആളുകൾ നിന്ന്
നിൽക്കുന്നതിന് പകരം ഇരുന്ന് നിസ്കരിക്കും. അത് ശരിയല്ല. അയാൾക്ക് നിൽക്കാൻ കഴിയുന്ന നിൽക്കാം, ചിലപ്പോൾ നിൽക്കാൻ പറ്റും, ഫാത്തിഹ നിന്നുകൊണ്ട് ഓതാൻ പറ്റും, റുക്കൂ ചെയ്യാൻ കഴിയും, ഇഴ്തിദാലി കഴിയും, സുജൂദ് മാത്രമേ കഴിയാത്തുള്ളൂ. ആ സമയത്ത് ഇരുന്നാൽ മതി. അപ്പൊ കഴിയുന്നതൊക്കെ നിർവഹിക്കാമല്ലോ. അപ്പൊ നിൽക്കാൻ കഴിയുന്നതിൽ അയാൾ നിൽക്കണം. കഴിയാത്തതിലാണ് അയാൾക്ക് ഇരിക്കാൻ വകുപ്പുണ്ട്. ഇനിയിപ്പോ ഒരാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ നിൽക്കാൻ കഴിയില്ല. ആളുകളുണ്ടാവും നടക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ നിന്നാൽ അയാൾക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടാവും, നിൽക്കാൻ പ്രയാസമാണ്. ഓക്കെ, കുഴപ്പമില്ല, അയാൾ ഇരുന്നോട്ടെ. ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യഘട്ടം വേണ്ടത് കസേരമേൽ ഇരിക്കുക എന്നുള്ളതല്ല, നിലത്തിരിക്കണം. നിലത്തിരുന്നു കൊണ്ടാണ് അയാൾ നിസ്കരിക്കേണ്ടത്. അത് കഴിയാത്തോടത്താണ് ഒരു കസേരക്കുള്ളത്. നമുക്കിപ്പോ എന്നാ പരിപാടി ഇല്ല, നമുക്ക് നിൽക്കാൻ വയ്യാ പിന്നെ നേരെ കസാരി കണ്ടു പോകാന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു റൂട്ട്. അതൊരു ഒരു സുഖമാണ്. അത് കയ്യുള്ള കസാരക്ക് തന്നെ ഉഷാറായി നിസ്കരിക്കാനൊക്കെ ഒരു ആശ്വാസമാണ്. പക്ഷെ എന്നാലും പരമാവധി എന്ന് പറഞ്ഞപ്പോൾ കഴിവിനെ പരമാവധി റബ്ബിനെ സൂക്ഷിക്കുക എന്ന തത്വപ്രകാരം കഴിയുന്ന ഒരാള് നിൽക്കുക. അത് കഴിയില്ലെങ്കിൽ ഞാൻ താഴെ ഇരുന്നയാൾ നിസ്കരിക്കുക. താഴ്ത്തിരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾക്ക് കസേരയിലോ ഒരു ബെഞ്ചിലോ ഒക്കെ ആക്കി ഇരിക്കാം. അതിൽ തന്നെ അയാൾക്ക് ഇരുന്ന് നിസ്കരിച്ചു, ഒരു 2 റക്അത്ത് കഴിഞ്ഞപ്പോ ആശ്വാസം തോന്നി, അപ്പൊ നിൽക്കാൻ പറ്റും തോന്നി, നിൽക്കാം. നിന്നു, കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് പ്രയാസം തോന്നുകയാണ്, അപ്പൊ ഇരിക്കാം. അതൊക്കെ ചെയ്യാം. നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ഷീണം, ഒരു പ്രയാസമുണ്ട്, അപ്പൊ ഇരുന്നോട്ടെ, ഇത് നിസ്കരിക്കാം. കുറച്ചേരം ഇരുന്നപ്പോൾ ആശ്വാസം കിട്ടി, അപ്പൊ അയാൾക്ക് വീണ്ടും വേണ്ടിയിട്ട് ബാക്കി നിന്നുകൊണ്ട് പൂർത്തിയാക്കാം. നബി നിന്നും ഇരുന്നും കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഓരോ നാട്ടിലും എന്നാണോ അവർക്ക് റമദാൻ അവസാനത്തെ 10 ഒറ്റയായ രാവിൽ അള്ളാഹു നിശ്ചയിച്ചത് അന്ന് ആ നാട്ടിലുണ്ടാവും. അത് ഓരോ നാട്ടിലും വ്യത്യസ്തമാണ്. ചിലപ്പോ ഓരോ കൊല്ലം വ്യത്യസ്തമായിരിക്കാം, അങ്ങനെ വന്നേക്കാം. അല്ലാതെ ഇപ്പൊ സൗദിയിൽ നോമ്പ് നേരത്തല്ലേ, നമ്മൾ പിന്നെ പിറകിലല്ലേ, അപ്പൊ ലൈലത്തുൽ ഖദർ ഏതാ സ്വീകരിക്കുക എന്നൊരു ആശങ്ക ആവശ്യമില്ല. ഇനി മാത്രമേ സൗദിയിൽ രാത്രിയാകുമ്പോൾ പകലുള്ള നാടുകളുണ്ട്. സൗദിയിൽ എടുക്കാൻ ബേസ് സൗദി രാത്രിയാകുമ്പോൾ നേരെ പകലുള്ള രാജ്യമില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഓരോരുത്തർക്കും അവനാന്റെ നാട്ടിലെ റമദാനും അവിടുത്തെ ഒറ്റയായ രാവുമാണ് അവർ പരിഗണിക്കുന്നത്. ആ നാട്ടിലെ സൂര്യോദയം, ആ നാട്ടിലെ സൂര്യാസ്തമയം, ആ നാട്ടിലെ ചന്ദ്രോദയം, ആ നാട്ടിലെ ചന്ദ്രാസ്തമയം, അതാണ് അവരോട് പരിഗണിക്കാൻ പറഞ്ഞത്. അത് ഏതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിസ്കാരം എടുത്ത് നോക്കാം. നബിതങ്ങൾ പറഞ്ഞത് സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ദുഹറായി, സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ദുഹറായി. നബി പറഞ്ഞത് എവിടുന്നാണ്? മദീനയിലാണ്. അപ്പൊ മദീനയിൽ മധ്യത്തിൽ തെറ്റിയാൽ നമുക്ക് അവിടെ ദുഹറാവോ? ആവൂല. ഓരോ നാട്ടിലും സൂര്യൻ മധ്യത്തിൽ തെറ്റണം, അപ്പോഴേ ഒഴുക്ക് ദുഹറാകാം. അപ്പൊ 24 ഹവറിനടിയും ഇങ്ങനെ മാറി മാറി വരും. ഇവിടെ ദുഹറിന്റെ സമയം ആവൂല, തമിഴ്നാട്ടിൽ എത്തിയുണ്ടാവുക. അതാവൂല, കുറച്ച് അപ്പുറത്ത് ഹൈദരാബാദിൽ എത്തിയുണ്ടാവും. അപ്പൊ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. അവിടെ സൂര്യൻ ഓരോ നാട്ടിലും മധ്യത്തിന് എപ്പം തെറ്റിയോ അപ്പൊ അവർക്ക് ദുഹറായി. സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബായി. എവിടെ അസ്തമിച്ചാൽ? സൗദി അറേബ്യ സൂര്യൻ അസ്തമിച്ചാൽ നമുക്ക് മഗ്രിബാകുമോ? ഇല്ല. അതും ഈ പറഞ്ഞപ്പോൾ അസ്തമനം ഓരോ സമയത്തും നടക്കുന്നുണ്ട്. അത് ആപേക്ഷികമാണല്ലോ. അസ്തമനം ആപേക്ഷികമാണ്. സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം, അത് എവിടെയും പോയി അസ്തമിക്കുന്നതില്ല. മനുഷ്യന്മാർക്ക് ആപേക്ഷികമാണ് അസ്തമയം എന്നത്. അപ്പൊ അവൻ നിൽക്കുന്ന നാട്ടിൽ എപ്പോൾ അസ്തമിച്ചോ അപ്പൊ അവന് മഗ്രിബായി. അവൻ നിൽക്കുന്ന നാട്ടിൽ എപ്പോൾ മധ്യത്തിൽ തെറ്റിയോ അപ്പൊ അവന് ദുഹറായി. എന്ന പോലെ അവൻ നിൽക്കുന്ന നാട്ടിൽ എപ്പോഴാണോ മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള സമയം, അതിനാണ് ലൈലത്ത് എന്ന് പറയുന്നത്. ലൈലത്ത് എന്ന രാത്രിയിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ലൈലത്ത് എന്ന് പറയാം? മഗ്രിബ് മുതൽ സുബഹി വരെ, അതിനാണ് ലൈലത്ത്, രാത്രി എന്ന് പറയും. അപ്പൊ നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ ലൈലത്താകണത് അതിനാണ് നമുക്ക് ലൈലത്തുള്ളത് പ്രതീക്ഷിക്കാനുള്ളത്. അല്ല മറ്റു നാട്ടിൽ ലൈലത്തായതുകൊണ്ട് ഇവിടെ ലൈലത്തിന്റെ ഹുക്കം ഉണ്ടാവില്ല ഒരു കാര്യത്തിൽ. അതാണ് ലൈലത്തുൽ ഖദർ കാര്യത്തിലും ഉള്ളത്. അതെ, അത് ദമാമൊക്കെ മാറ്റുന്നുണ്ട്. ജിദ്ദ ടൈമിന്ന് 3/4 മണിക്കൂർ അടുത്ത് മാറും ദമാമെത്തുമ്പോഴേക്കും.
റിയാദത്തും അരമണിക്കൂർ വ്യത്യാസം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഇതിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒരേ സമയത്ത് ആക്കണമെന്നുള്ള പണി ഉരുണ്ട ഭൂമി പരന്നതായി മാറും. അപ്പൊ അതൊക്കെ മാറും. ഭൂമി ഉരുണ്ടതാണ്ട് പരന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ഒരേപോലെ സമയം ഉണ്ടാകും. അല്ലാതെ വേറെ വഴിയൊന്നും പറ്റും. ലൈലത്തുൽ ഖദ്ർ ഇറങ്ങില്ല. ലൈലത്തുൽ ഖദ്ർ ആ രാത്രിയുടെ പേരാണ്. ആ രാത്രിയുടെ പേരാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഓരോ രാത്രിക്കും പേരുണ്ടാവും, ഓരോ പകലിനും പേരുണ്ട്. ഇപ്പൊ ഇന്നലത്തെ രാത്രിയുടെ പേരാണ് ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി. അത് വ്യാഴാഴ്ച മഗ്‌രിബ് മുതലുള്ള സമയത്തിന് പറയുന്ന പേരാണ് ജുമുഅ രാവ്, വെള്ളിയാഴ്ച രാവ്. നമ്മൾ സാധാരണ പറയുന്നത് വെള്ളിയാഴ്ച രാവ്. അത് ഇവിടെ ജുമുഅ നടന്നാൽ നടന്നില്ലെങ്കിലും ആ രാത്രിക്ക് ലൈലത്തുൽ ജുമുഅ എന്നാ പറയാം. ഒരു വെള്ളിയാഴ്ച ജുമുഅ ഇവിടെ കോവിഡ് എന്നപ്പോ ജുമുഅ ചെയ്യുന്നുണ്ട്. എന്നാലും ആ രാത്രിയുടെ പേരെന്താണ്? ലൈലത്തുൽ ജുമുഅ. ഈ പകലിന്റെ പേര് യൗമുൽ ജുമുഅ എന്നാണ്. ജുമുഅ ഉണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. അറഫയിൽ ആരും പോയില്ലെങ്കിലും ദുൽഹിജ്ജ 9 പേര് യൗമു അറഫ, അറഫ ദിവസം. അറഫയിൽ ആരുണ്ടോ എന്നറിയില്ല. ആ ദിവസത്തിന് വെച്ച പേരാണ്. എന്ന പോലെ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലാഹു തആലയുടെ ഖദർ പല രൂപത്തിലാണ്. അതിൽ ഒരു ഖദറാണ് ഒരു വർഷത്തേക്കുള്ള ഖദർ. അതല്ല കണക്കാക്കുന്ന സമയമാണ് ആ രാത്രി. അതോടെ പേര് ഖദർ എന്ന് പേര് വന്നത്. അല്ലാഹു തആല ഒന്നാമത്തെ ഖദർ നിശ്ചയിച്ചത് ആകാശം ഭൂമികളെല്ലാം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പാണ്. ആകാശം ഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല നിശ്ചയിച്ചു. അത് ഖലമിനോട് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം അല്ലാഹു തആല രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ അതിന് നിശ്ചയങ്ങൾ നടത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു വർഷത്തേക്കുള്ള മൊത്തം തീരുമാനം. അതാണ് ലൈലത്തുൽ ഖദ്ർ, ഖദറിന്റെ രാത്രി. ആ രാത്രിയിൽ അല്ലാഹു തആല എല്ലാ ആളുകളുടെയും അടുത്തൊരു കൊല്ലം വരെയുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ മലക്കുകളെ അറിയിക്കും. തീരുമാനം ഉണ്ടാക്കി വെച്ചു. ആ തീരുമാനം മലക്കുകൾ കൈമാറും. ഇക്കൊല്ലം ഇന്ന ആളുകൾ ഇന്ന സമയത്ത് മരിക്കും, ഇന്ന ആളുടെ സമയത്ത് ജനിക്കും, ഇന്നത് ഉണ്ടാകും. റബ്ബിന്റെ തീരുമാനം മൊത്തം ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് മലക്കുകളെ അറിയിക്കുന്ന രാവായതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്നതിന് പേര് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഇറങ്ങലല്ല, അന്ന് ഇറങ്ങൽ മലക്കുകളാണ്. ആ രാത്രിയുടെ പ്രത്യേകതയാണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നത്. അത് ഓരോ നാട്ടിലും ലൈലത്തുൽ ഖദർ എപ്പോഴാണോ ആ നാട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. മലക്കുകളെ സംബന്ധിച്ച് നമ്മളെപ്പോലെ സമയത്തിന്റെ പരിമിതികൾ നമ്മളെക്കാൾ കുറവാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. അവിടെ പ്രകാശ വേഗതയാണ് മലക്കുകൾ സഞ്ചരിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിന്റെ വേഗത. സാധാരണ ലൈറ്റ് അതിന്റെ സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും ലൈറ്റ്. അതാണ് പ്രകാശവേഗം എന്ന് പറയുന്നത്. ലൈറ്റ് ചെയ്യാം പ്രകാശവേഗം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഇപ്പൊ ടോർച്ച് അടിച്ചാൽ ആ ടോർച്ച് പവറുള്ള ലൈറ്റ് ആണെങ്കിൽ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അവിടെ നമ്മൾ സ്വിച്ച് ഇട്ടാല് അതേ സ്പോട്ടിൽ ഇവിടെ വെളുപ്പത്തിൽ അവിടുന്ന് കണ്ട് വരാനുള്ള സമയം നമ്മൾ കാണുന്നില്ല. സ്വിച്ച് കിട്ടുന്ന അതേ പോയിന്റ് തന്നെ ഇവിടെ ലൈറ്റ് എത്തുന്നുണ്ട്. അത് എത്ര ദൂരക്കുള്ള സ്വിച്ച് ആണെങ്കിലും അവിടെ എത്തും. അത് സാധാരണ പ്രകാശമാണ്. എന്നാൽ അല്ലാഹു തആല മലക്കുകളെ പഠിച്ച് പ്രകാശം കൊണ്ടാണ്. അവിടെ നമ്മളെപ്പോലുള്ള ലിമിറ്റുകൾ അവർക്ക് അത്ര തന്നെ ഉണ്ടാവുകയില്ല. ആ പ്രകാശ വേഗതയിൽ അല്ലെങ്കിൽ അതിനേക്കാളേറെ വേഗതയിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അതാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതിന്റെ പ്രത്യേകത. മനുഷ്യനെ പഠിച്ച മണ്ണുകൊണ്ടാണ്, മലക്കിനെ പഠിച്ചത് പ്രകാശം കൊണ്ടാണ്. അവിടെ ആ വേഗത അവർക്ക് ഉണ്ടാവും. ഓരോ നാട്ടിലും ലൈലത്തുൽ ഖദർ എപ്പോഴാണോ ആ സമയത്ത് ആ നാട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം അല്ലാഹു തആല നിശ്ചയിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ റൂഹിനെ പിടിക്കുന്നു. ഒരേ സമയത്ത് ലോകത്ത് പല ഭാഗത്തും റൂഹ് പിടിക്കപ്പെടുന്നില്ല. ഒരേ സമയത്ത് ഏത് ഭാഗത്തും ആൾക്കാർ മരിക്കുന്നുണ്ട്. ഈ റൂഹൊക്കെ പിടിക്കുന്ന ആരാ? മലക്കുൽ മൗത്താണ്. അപ്പൊ ഇങ്ങനെ എവിടെ പിടിച്ച അതേ സമയത്ത് ഇപ്പോ അവിടെ ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്താൻ കഴിയൂല, ഓൾക്ക് എത്താൻ പറ്റും. ഒരു മെയിൻ സ്വിച്ചാണ് ഓണാക്കിയാൽ എല്ലാ ലൈറ്റും ഒപ്പം കത്തും. വീട്ടില് മെയിൻ സ്വിച്ചാണ് ഓണാക്കിയാൽ മതി, മൊത്തം ലൈറ്റ് ഒപ്പം കത്തി. അത് ലൈറ്റിന്റെ പ്രത്യേകതയാണ്. അത് ആ ലൈറ്റ് കൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് വെച്ച് സംവിധാനമായിരിക്കാം, അല്ലാഹു അഅലം. ഏതാണെങ്കിലും അതാത് നാട്ടിൽ ലൈലത്തുൽ ഖദർ എന്നത് ആ നാട്ടിൽ മഗ്രിബ് മുതൽ സുബ്ഹി വരെയുള്ള സമയത്തിന് പറയുന്ന പേരാണ് ലൈലത്തുൽ ഖദർ. അന്നുള്ള പ്രത്യേകതയാണ് മലക്കുകൾ ഇറങ്ങി വരും എന്നത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
ഫജ്ർ വെളിവാകുന്നത് വരെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യ ഫജ്ർ വെളിവായാലും നമ്മൾ സൗദിയിലൊപ്പം നോമ്പ് വിചാരിക്കും, സൗദിയുടെ കൂടെ തന്നെ നോമ്പ് നോറ്റു, എന്നാലും ഖദർ പ്രശ്നം വരൂലേ? ഫജ്ർ വെളിവാകുന്നവരെ. അപ്പൊ അവിടെ ഫജ്ർ വെളിവാകുമ്പോഴേക്കും ഇവിടെ അവർ 8-നാവും. അപ്പൊ 8 നമുക്ക് ഖദർ കിട്ടുമോ? കിട്ടുന്നല്ലോ. മഗ്‌രിബ് മുതലാണ്. അവിടെ മഗ്‌രിബ് ആകുമ്പോൾ നമ്മൾ രാത്രി 8 മണി 8:30 അപ്പൊ നമുക്ക് അപ്പോഴേ ഖദർ ആരംഭിക്കുള്ളൂ? അല്ല. അപ്പൊ അന്ന് നോമ്പ് വെച്ച് കഴിഞ്ഞാല് ഖദറൊക്കെ മസാദാവുന്നൊക്കെ നമ്മുടെ വിശ്വാസം ഉണ്ടാക്കുകയാണ്. അങ്ങനൊന്നുമില്ല. ഓരോ നാട്ടിലെയും ഉദയാസ്തമയങ്ങളാണ് ആ നാട്ടിൽ പരിഗണിക്കപ്പെടുക. അല്ലാഹ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. ആ രീതി ഉള്ള കാലത്തോളം ഇതിങ്ങനെ തന്നെ പോകുള്ളൂ. ഇസ്ലാം യുക്തിയുടെയും ബുദ്ധിയുടെയും മതമാണ്. ബുദ്ധിക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ബുദ്ധിയെ സംരക്ഷിക്കാൻ ഇസ്ലാം പറഞ്ഞു. 5 കാര്യം സംരക്ഷിക്കലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെ. അതിൽ 3-ാമത്തെ കാര്യം ബുദ്ധിയാണ്. 1 മതം, 2 മനുഷ്യന്റെ ശരീരം, 3 മനുഷ്യന്റെ ബുദ്ധി, പിന്നെ അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം. ഇത് സംരക്ഷിക്കാനാണ് ഇസ്ലാമിൽ നിയമങ്ങൾ മുഴുവൻ നിശ്ചയിച്ചത്. അവിടെ ബുദ്ധിയെ അംഗീകരിക്കാതെക്കാൻ കഴിയില്ല. ബുദ്ധി പ്രധാനമാണ്. എന്നാൽ ചിന്തിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്, പറ്റാത്ത ഏരിയ ഉണ്ട്. ചിന്തിക്കാൻ പറഞ്ഞ എപ്പോഴും സട്ടാവിലേക്ക് എത്താനുള്ള ചിന്തയാണ്. അതാണ് സത്യയെ കുറിച്ച് ആലോചിച്ച് ഇതിനൊക്കെ സട്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ചിന്തയാണ് പ്രോത്സാഹിപ്പിച്ചത്. ആകാശം, ഭൂമി, അതേപോലെ രാവും പകലും, സൂര്യനും ചന്ദ്രനും, മഴയും പെയ്യും, ഇതൊക്കെ ഞാൻ കാണുമ്പോൾ ഒന്നും പുറത്തുണ്ടാവില്ലല്ലോ, ഇതൊക്കെ എന്തായാലും ഉണ്ടാക്കുന്ന ഒരാൾ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി അള്ളാനെ ഉൾക്കൊള്ളാനാണ് ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞത്. അഫലാ തഅഖിലൂൻ, ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ ഉപയോഗിച്ചതൊക്കെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത്. ഒട്ടകത്തെ നോക്കുന്നില്ലേ, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആകാശം നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് ഉയർന്നിരിക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് നോക്കാനാണ് പറഞ്ഞത്. ആ നോക്കിയിട്ട് സൃഷ്ടാവിനെ ബോധ്യപ്പെട്ടു. ആ അള്ളാഹ് നിശ്ചയിച്ചാണ് ഇസ്ലാം എന്ന് മനസ്സിലായി. എന്നാ പിന്നെ ഇനി അള്ളാഹ് പറഞ്ഞ് സ്വീകരിക്കും. പിന്നെ അള്ളാഹ് പറഞ്ഞതിനെ പറ്റി പറഞ്ഞ് ചിന്തിക്കണ്ടോ? എന്റെ ഇപ്പൊ ളുഹ്ർ 4 ആയി, എന്റെ അസ്ർ 4 ആയി, മഗ്‌രിബ് 3 ആയി, അതൊരു ആലോചിച്ചിട്ട് പുസ്തകം കിട്ടുന്നില്ല എന്ന് അവിടെ ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ആലോചിക്കേണ്ടത് എന്താണ്? എന്റെ റബ്ബ് പറഞ്ഞതാണോ അല്ലേ, എന്നെ നബി പഠിപ്പിച്ചതാണോ അല്ലേ, അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചതാ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാണ് പിന്നെ ബുദ്ധി. അല്ലാതെ എല്ലാ രംഗത്തും ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല, വിശ്വാസകാര്യങ്ങളിൽ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല, ഇബാദത്തുകളിൽ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. വിശ്വാസകാര്യം അള്ളാഹിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു. അതാണ് നാമഗുണ വിശേഷണങ്ങൾ. അത് കുറെ ആലോചിച്ച് കണ്ട് അള്ളാഹ്ക്ക് ഒരു പുതിയ പേര് ഉണ്ടാക്കി പറ്റുമോ? ഇല്ലല്ലോ. അത് നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്നതല്ല. അള്ളാഹിന്റെ പേര് അള്ളാഹ് പറയണം, റസൂൽ പറയണം. അല്ലാതെ ആരും പറഞ്ഞാല് ശരിയാവില്ല. അവിടെ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. മലക്കളെ പറ്റി ആലോചിച്ചിട്ട് മലക്കളെ പുതിയൊരു ലോകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചെന്തോ അതേ കിട്ടുള്ളൂ. സ്വർഗം നരകത്തെ പറ്റി ആലോചിച്ചിട്ട് സ്വർഗത്തിന് പുതിയ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒന്നും ചിന്തിക്കരുത്. നോമ്പ് ഇപ്പൊ മാർച്ചിൽ നോമ്പായപ്പോ 13 മണിക്കൂറുണ്ട്. നമുക്ക് തൽക്കാലം പ്രാവശ്യം നമുക്ക് മഴക്കാലത്ത് കണ്ട് മാറ്റാം, അതപ്പോ ആലോചിച്ചത് നല്ലത് എന്ന് പറഞ്ഞാൽ ഇല്ല. അവിടെ ചിന്തിക്കരുത്. ഒതുണ്ടാക്കാൻ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ട് ചേകന്നൂര് ചോദിച്ചിരുന്നു, കീഴ്വായി പോയാൽ എന്തിനാ അപ്പൊ കയ്യും കാലും മുഖം കഴിക്കുന്നത്, സന്ധ്യകല്ല വേണ്ടത്? അത് ചിന്തയാണ്. അപ്പൊ ആലോചിച്ചാല് അത് ശരിയാണോ? അത് ശരി. അപ്പൊ അവിടെ പോയി ഇവിടെ കഴിക്കണോ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂപ്പര് അവസാനം പറഞ്ഞത് കീഴ്വായി പോയ ഒന്നും മുറിയ. അങ്ങനെ മുറിയാണെങ്കിൽ ഇപ്പോഴാണ് കഴിക്കേണ്ടത്, അല്ലാതെ കയ്യും കാലും മുഖം അല്ല കഴിക്കേണ്ടത് എന്നാണ് മൂപ്പര് കണ്ടുപിടിച്ചത്. അത് ചിന്തയാണ്. ആലോചിച്ചാല് പോലെ ഒരു മാന്യമായ സംഗതിയാണ്. ഇന്നലെ മൂപ്പര് പറഞ്ഞു ഒന്നും മുറിയ. എ പി അബ്ദുൽ ഖാദിർ ചേകന്നൂർ സംവാദം നടത്തി വണ്ടൂര് വെച്ചു. അപ്പൊ ചേകന്നൂര് പറഞ്ഞു, എന്താ കയ്യും കാലം പോയി കഴിഞ്ഞിട്ട് ഒന്നുണ്ടാക്കി വന്ന ഒരാൾക്ക് പിന്നെ അവിടുന്ന് കാറ്റ് പോയ എങ്ങനെ ഇത് മാത്രം ചോദിച്ചു. അപ്പൊ എ പി എന്ന രസയിൽ പറഞ്ഞു, അതൊക്കെ പോട്ടെ, ഒന്നുമില്ലെങ്കിലും പള്ളിക്ക് മര്യാദക്ക് ജമാഅത്തെ നിസ്കരിക്കണമെങ്കിൽ കീഴ്വായി പോയാൽ ഒന്ന് കൂടി നിയമം വേണ്ടേ, അല്ല ഞാൻ മറ്റൊരു ഉൾക്കൊഴുക്കോ ഉപ്പനോട് ഉപ്പരിക്കാൻ പറ്റുമോ?
ഓർക്കുമ്പോ ഓരോ മൂട്ടിലാണ് ബാക്കിയുള്ളവന്റെ മൂക്കുള്ളത്. അപ്പൊ ഇത് പോയാൽ ഒന്നും മുറിഞ്ഞാതാണെങ്കിൽ പള്ളിക്ക് മഴ നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതെങ്കിലും സമ്മതിച്ചാണ് ഏപ്പെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ വിട്ടാളി, ഇതെങ്കിലും സമ്മതിച്ചിട്ട് തൽക്കാലം ഒന്നും മുറിന്ന് പറയും എന്നാണ് ഏപ്പെന്ന് കൊടുത്ത മറുപടി. അപ്പൊ അതും യുക്തിയാണ്. അപ്പൊ അത്രേ പരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോന്നിനും ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. ചിന്തിക്കാൻ പറഞ്ഞത് റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുക. എന്തിന്? അപ്പൊ അല്ലാഹുവിന്റെ മഹത്വം ആകാശമുള്ള സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുന്നു. അങ്ങനെ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, അപ്പൊ ഇതൊന്നും നീ വെറുതെ പഠിച്ചതല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഫഖ്നാ അദാബന്നാർ, നരകത്തിന് കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അതിലേക്കാണ് ചിന്ത എത്തേണ്ടത്. അല്ലാതെ നബി ഹദീസ് പറഞ്ഞു ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വേണം ആലോചിച്ച് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഞാൻ സ്വീകരിക്കുള്ളൂ, ഒരു ആയത്ത് കണ്ടു ഇത് ഞാൻ ചിന്തിക്കട്ടെ, അങ്ങനെ ഇല്ല. അല്ലാഹും റസൂലും പറഞ്ഞാൽ പിന്നെ അവിടെ ചിന്തയില്ല, പിന്നെ അത് അംഗീകരിക്കലാണ് മനുഷ്യന്റെ ബുദ്ധി. അതാണ് ശരിയായ ബുദ്ധി. മാത്രമല്ല ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം എഴുതി, 4 വാല്യമാണ്. ബുദ്ധിയും പ്രമാണവും എതിരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 4 വാല്യമുള്ള ഗ്രന്ഥം അദ്ദേഹം എഴുതി. ഇത് എഴുതാൻ കാരണം അദ്ദേഹത്തോട് ഒരാള് സംശയം ചോദിച്ച, ഒരു മിസ്രി അദ്ദേഹത്തോട് 4 ചോദ്യം ചോദിച്ചു. ആ 4 ചോദിച്ച അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ആ കിതാബ്. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞ ബുദ്ധി എന്നുള്ളത് ഒരിക്കലും പ്രമാണത്തിൽ എതിരാവില്ല. ബുദ്ധി അല്ലാഹു സൃഷ്ടിച്ച സാധനമാണ്. ആ ബുദ്ധി എന്നത് ഖുർആൻ ഹദീസിന് എതിരായി വരില്ല. ആ ബുദ്ധിയോട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് എതിരാവൽ. ബുദ്ധി വെച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം അതിന് പക്ഷെ എതിരായേക്കാം. ബുദ്ധി ഒരിക്കലും എതിരായ ബുദ്ധി അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു ഇറക്കിയ ആയത്തിന് എതിരാവില്ല. ആ ബുദ്ധി വെച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഇൽമൊരു പക്ഷെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതിന് എതിരായി വന്നേക്കാം. അപ്പൊ അല്ലാഹു റസൂൽ പഠിപ്പിച്ചല്ല തെറ്റിയത്, മനസ്സിലാക്കിയതാണ് തെറ്റിയത് എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ഏറ്റവും സിമ്പിളായി അതിന് പഠിപ്പിച്ചൊരു ആശയം. എന്നാലും ചിന്തിക്കാൻ പഠിപ്പിച്ച ഏരിയയുണ്ട്, അവിടെ ചിന്തിക്കുക. അല്ലാതെ അല്ലാഹു റസൂൽ കാര്യം പറഞ്ഞാൽ അത് ചിന്തിച്ചും ആലോചിച്ചും സ്വീകരിക്കുക എന്ന ഒന്ന് ഇല്ല. അത് മുഴുവനും കേട്ടു അനുസരിച്ചു, അതാണ് നിലപാട്. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ബുദ്ധി കൊണ്ടാണ് എല്ലാ കാര്യം തീരുമാനിക്കുന്നത് എങ്കിൽ വുളൂ ചെയ്യുമ്പോൾ ബൂട്ടിന്മേൽ സോക്സിന്മേൽ തടവാം എന്ന നിയമം അത് യഥാർത്ഥത്തില് ബൂട്ടിന്റെ താഴ്ഭാഗമാണല്ലോ തടവേണ്ടത്. ബുദ്ധി കൊണ്ട് ആലോചിച്ചാല് തടവേണ്ടത് എവിടെയാണ്? കാൽമതിട്ട് നടക്കുമ്പോ അടിയിൽ തടവല്, പക്ഷെ അടിയിൽ നമ്മൾ തടവല് മുകളിലാണ്. അപ്പൊ ബുദ്ധി കൊണ്ടായിരുന്നുവെങ്കിൽ താഴെയായിട്ട് തടവാൻ നല്ലത് എന്നാണ് അലി റളിയല്ലാഹു അന്ന് കൊടുത്ത ഒരു മറുപടി. അപ്പൊ അതാണ് ഇതിൽ നമുക്കുള്ളത്. അതെ, ഇമാം രണ്ടാള് മാത്രം ജമാഅത്തായി നിസ്കരിക്കും. ഒരു ഇമാമും ഒരു മഅ്മൂമും മാത്രം നിസ്കരിക്കുന്നത് എങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്ത് ഇമാമിന് നേരെയാണ് ഹിദാഅഹു എന്നാണ് അതിന്റെ പ്രയോഗം. നേരെ എന്നാണ് ആ പ്രയോഗം വന്നത്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അപ്പൊ മുൻകടക്കാതിരിക്കാൻ സൂക്ഷ്മത നൽകി ചിലരൊക്കെ പണ്ടൊരൽപ്പം പിറകോട്ടിറങ്ങുക എന്ന് ഫിഖ്ഹിൽ പറഞ്ഞ മസലയാണ്. അത് മുൻകടക്കാതിരിക്കാൻ വേണ്ടി, അറിയാതെ മുൻകടന്നു പോയാലോ, അപ്പൊ അതിനു വേണ്ടി അല്പം പിറകോട്ടിറങ്ങുക എന്ന് ശാഫി മദ്ഹബിലൊക്കെ ഫിഖ്ഹിൽ ഒരു മസല പറഞ്ഞു. ഹദീസ് പ്രയോഗം നേരെ നിൽക്കുക എന്നതാണ്. അതായത് മുന്നിലേക്ക് പോകാത്ത രൂപത്തിൽ ഇമാമിന്റെ ഒപ്പം തന്നെ വലതുഭാഗത്ത് നിൽക്കുക. ഒരാൾ മാത്രമാണ്. രണ്ടാമതൊരാൾ വന്നാൽ അയാൾ അതേപോലെ ഇമാമിന്റെ ഇടതുഭാഗത്ത് നിൽക്കുക. ഇത് നിസ്കാരം ആരംഭിക്കുക. നിസ്കാരം തക്ബീർ ചൊല്ലിയ ശേഷം രണ്ടുപേരും കൂടെ പിറകിലേക്ക് ഇറങ്ങി ഒരു സ്വഫായി മാറുന്നു. അല്ലെങ്കിൽ ഇമാം മുന്നിലേക്ക് കയറിയാലും മതി, രണ്ടാമത് ഒന്നിച്ച് നിൽക്കുന്ന അപ്പൊ സ്വഫായി മാറും. പിന്നെ വരുന്ന ആൾക്ക് ഈ സ്വഫിൽ അവർക്ക് നിൽക്കാം. ഇതാണ് നിസ്കാരത്തിന്റെ രീതി. താടിയുടെ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നു. അതിലൊക്കെ വന്ന പ്രയോഗം ഒന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. താടിയെ നിങ്ങൾ വെറുതെ വിടുക എന്നാണ് ഒരു പ്രയോഗം. താടി നിങ്ങൾ സമൃദ്ധമാക്കുക എന്നാണ് മറ്റൊരു പ്രയോഗം. അവിടെ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠവും സമ്പൂർണവുമായ രീതി താടിയെ വെറുതെ വിടുക എന്നുള്ളത്. ഒന്നും വെട്ടാതെയും എടുക്കാതെയും വിടുക. എന്നാൽ അത് മാന്യമായി കൈകാര്യം ചെയ്യണം എന്ന് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നു. അപ്പൊ എണ്ണ തേക്കണം, വാരണം, അല്ലാതെ ഒന്നാകെ ജട കുത്തി
പിന്നെ പാടി പറന്ന് അങ്ങനത്തെ രീതിയിൽ എന്നാലും പാടില്ല. ഇനി ചില സ്വഹാബിമാരൊക്കെ താടിയിൽ ചിലതൊക്കെ എടുത്തു എന്ന് കാണാൻ കഴിയും. അപ്പൊ അത് പാടില്ലായിക ഇല്ല എന്ന് മനസ്സിലായി. ഇബ്നു ഉമർ റളിയല്ലാഹു പോലുള്ള സ്വഹാബിമാരൊക്കെ അവരങ്ങനെ താടി ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുകയും എന്നിട്ട് ഒരു പിടിയിൽ അധികമുള്ളത് ഒന്ന് ശരിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തം വെട്ടിക്കളയാന്നുള്ളതല്ല, അതും ഹജ്ജ് വേളയിലാണ് അദ്ദേഹമൊക്കെ ചെയ്തത്. തല മൊട്ടടിക്കുമ്പോ താടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പിടുത്തം കയ്യിലെ ബാക്കിയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒന്ന് ശരിയാക്കി എന്ന് സ്വഹാബത്തിന്റെ ഒരു ചെയ്തി അതിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ നബിയും പൊതുവെ സ്വഹാബിമാരും ഒക്കെ സമൃദ്ധമായി താടി നീട്ടി വളർത്തിയവർ തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞ പ്രയോഗമാണ് മൂസാ നബിയുടെ കാര്യം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. അല്ലാഹുമായി മീഖാത്തിലായി നിശ്ചയിച്ചു. ഇവിടെ ഹാറൂൻ നബിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ ആളുകൾ തെറ്റിപ്പോയി എന്ന് വിവരം കിട്ടിയപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നത് ചെയ്ത പണി കാണാം. ഹാറൂൻ നബിയുടെ താടി പിടിച്ചു വലിച്ചു. പിടിച്ചു വലിക്കാൻ മാത്രം താടി ഹാറൂൻ നബിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നബിതങ്ങളുടെ താടി നെഞ്ചിലേക്ക് താഴ്ന്നു കിടക്കുന്ന സമൃദ്ധമായ താടി നബിക്കുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. നബി ഖുർആൻ ഓതുമ്പോൾ പിന്നെ പതുക്കെ നമസ്കാരത്തിൽ നബിയുടെ താടി കളക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ സ്വഹാബിമാര് പറഞ്ഞത് കാണാം. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ വീട് വളഞ്ഞ് വാതിൽ തകർത്ത് അകത്ത് കയറി അവർ ആദ്യം ചെയ്ത പണി ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ താടി പിടിച്ചു എന്ന് കാണാൻ കഴിയും. ഉസ്മാൻ അഫ്ഫാൻ താടി പിടിച്ചു. അപ്പൊ ഉസ്മാൻ അഫ്ഫാൻ പറയുകയാണ്, നിന്റെ വാപ്പ പോലും പിടിക്കാൻ ധൈര്യപ്പെടാത്തതാണ് നീ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അയാൾ കുറ്റബോധം തോന്നി. അയാളത് വിട്ട് അയാള് ഒഴിവായി പോയി. സ്വഹാബിയുടെ മകനായിരുന്നു. ഒറ്റ സ്വഹാബികളും അദ്ദേഹത്തെ കൊല്ലാൻ വന്ന കൂട്ടത്തിലില്ല. സ്വഹാബിമാരുടെ മക്കളുമില്ല. ഒരു സ്വഹാബിയുടെ ഒരു മകൻ മാത്രമാണ് ആ കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ചു വന്നത്. തെറ്റിദ്ധരിച്ച് അവിടെ മൊത്തത്തിൽ ഒരു വിപ്ലവം ഉണ്ടായപ്പോൾ പെട്ടുപോയിക്കൊണ്ട് അദ്ദേഹം അതിലേക്ക് കൂടെ കൂടി. അപ്പൊ അവരെ മുമ്പ് കിറക്കിയിട്ടാണ് പണിയെടുക്കാൻ നോക്കിയത്. അങ്ങനെ വന്ന് ആ സ്വഹാബിയുടെ മകനാണ് ഉസ്മാൻ അഫ്ഫാൻ താടി പിടിച്ചത്. അപ്പോഴാ പറഞ്ഞു, എന്റെ വാപ്പിയും കൂടി പിടിക്കാത്തോട്ടാണ് നീ പിടിച്ചിട്ടുള്ളത്. അപ്പൊ അത് ലജ്ജ തോന്നി. ആ പിടുത്തം വിട്ടവ നേരെ പിന്മാറി. പിന്നെ പിന്നിലേക്ക് നിൽക്കാതെ ഒഴിവായി പോവുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അപ്പൊ സ്വഹാബിമാരൊക്കെ പൊതുവെ താടി സംബന്ധമായി ഉള്ളവരാണ്. ഏറ്റവും അഫ്ളൽ, ഏറ്റവും അക്മൽ, പരിപൂർണമായത് താടിയെ സമൃദ്ധമാക്കി പൊരുത്തപ്പെടുക. ഏറി വന്നാൽ ഒരു ചാണ് കഴിഞ്ഞ അപ്പുറമുള്ളത് ശരിപ്പെടുത്തിയാൽ അത് സ്വഹാബിമാരിൽ ചിലരുടെയൊക്കെ ഒരു ചെയ്തി ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ സമാധാനമായി കാണാം എന്ന് മാത്രം. താടി വടിക്കൽ ഏതായിരുന്നാലും പാടില്ല. വടിക്കൽ ഹറാമാണെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചു പോകുന്ന വിധി. കാരണം താടിന്റെ വിഷയത്തിൽ വന്ന ഹദീസെല്ലാം കൽപ്പനാക്രിയാരൂപത്തിലാണ്. താടിയെ സമൃദ്ധമാക്കുക, താടിയെ പൊരുത്തപ്പെടുക, ഇതൊക്കെ കൽപ്പനാക്രിയായിട്ടാണ് പറഞ്ഞത്. കൽപ്പനാക്രിയ ആകുമ്പോൾ അത് നിർബന്ധമാണ് എന്ന അർത്ഥം കിട്ടും. അപ്പൊ അതിന് വിപരീതം ഹറാമായി മാറും. അത് താടി വടിക്കൽ ഏതായിരുന്നാലും ഹറാമായ കാര്യമാണ്. 4 മദ്ഹബിലെ പണ്ഡിതന്മാരും പൊതുവെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അങ്ങനെ വടിക്കൽ ഏതായിരുന്നാലും ഇല്ല, താടിയെ വളർത്തൽ തന്നെയാണ് വേണ്ടത്. അവസാനത്തെ ചോദ്യം അവസാനിപ്പിക്കാം. താടി കറുപ്പിക്കൽ പാടില്ലാത്ത കാര്യമാണ്. കറുപ്പല്ലാത്ത നിറം ആവാം. താടിയും മുടിയും കറുപ്പിക്കാൻ പാടില്ല. കറുപ്പിക്കൽ എന്ന് പറയുമ്പോൾ ചതിയാണ്. കുഞ്ഞാലൊക്കെ ഇപ്പൊ കറുപ്പിച്ചാല് എന്റെ മണി ചെറുപ്പക്കാരനാവും. അപ്പൊ അത് പറ്റൂല. അപ്പൊ കറുപ്പല്ലാത്ത ഏതും സ്വീകരിക്കാം. നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ നരയെ മാറ്റുക, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുക. നരയെ മാറ്റുക, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ കറുപ്പ് പറ്റൂല എന്നർത്ഥം. അതേപോലെ നബി ഞങ്ങൾ പറഞ്ഞ മറ്റു ഹദീസിൽ കാണാം, കറുപ്പ് കൊണ്ട് താടിയും മുടിയും ചായം കൊടുക്കുന്ന ആളുകൾ പരലോകത്ത് അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാത്ത കളർ ആവാം. കാരണം അല്ലാത്ത കളർ കൊടുത്താലും ഒന്ന് അരച്ചകണെന്ന് മനസ്സിലാവും. ചുവപ്പടിച്ചാലും നരിച്ചെന്ന് മനസ്സിലാവും. കറുപ്പായാലോ അത് മനസ്സിലാവും. പ്രായം കുറക്കും,
കബളിപ്പിക്കൽ വരും. അതുകൊണ്ട് കറുപ്പ് ഉപയോഗിച്ച് കൂടാതാണ്. അത് ജാഹിലിയ്യ കാലത്തുണ്ട് കറുപ്പിക്കലൊക്കെ. അബൂ ത്വാലിബ് യാത്ര പോയി എന്നപ്പോ ഷാമിൽ നിന്നാണ് താടി കറുപ്പിക്കണ ഒരു ഇത് കിട്ടിയത്. മൂപ്പര് അവിടുന്ന് കറുപ്പിച്ച് താടി മുടികൾ കറുപ്പിച്ച് വന്നപ്പോ ആളനങ്ങട് മാറിയതാണ്. തിരിച്ചു നാട്ടിൽ ഭാര്യ പോയി തിരിച്ചറിഞ്ഞതാണ്. ഭാര്യക്ക് മനസ്സിലായില്ല. കാരണം താടി മുടി കറുപ്പിച്ച് നല്ലൊരു സുമുഖനായി വന്നപ്പോ ഇത് തന്റെ ഭർത്താവാണ് എന്ന് പോലും ഭാര്യ പോലും ആദ്യം തിരിച്ചറിഞ്ഞില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് പാടില്ല. കറുപ്പല്ലാത്ത ഏതും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ വുളൂഇന്റെ വെള്ളം ചേരുന്ന കുളിയുടെ വെള്ളം ചേരുന്നതൊക്കെ ആയിരിക്കണം എന്ന് മാത്രം. അതല്ലാത്തത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോ വുളൂഇന്റെ വെള്ളം ഉള്ളിലേക്ക് ചേരുകയില്ല. ജനാപത്ത് കുളിച്ച ചിലപ്പോൾ കുളി ശരിയാവുകയില്ല. അത് നമുക്ക് നഷ്ടം വേറെ ഉണ്ടാകും. അത് മറ്റൊരു വിഷയം. പക്ഷെ കറുപ്പ് ഏതെന്നാലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. യുദ്ധവേളയിൽ ഇളവ് കൊടുത്തു. യുദ്ധത്തിൽ കുറെ നരച്ച വയസ്സന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്കും തന്നെ ബേജാറാകേണ്ടില്ല. വലിയ കുറെ തന്നാല് വന്നിട്ടുണ്ട് എന്നുണ്ടാവും. അപ്പൊ അത് പറ്റൂല. അപ്പൊ അവിടെ ഇസ്ലാമിന് ഇസ്സത്ത് വേണം. അതിനു വേണ്ടി വ്യക്തികൾക്കല്ല, ഇസ്ലാമിന് ഇസ്സത്ത്. അപ്പൊ എല്ലാവരും നബി പറഞ്ഞു താടിയൊക്കെ മറ്റു നരിച്ചോലൊക്കെ ഒന്നും കറുപ്പിക്കുകയാണ്. അപ്പൊ കറുപ്പിച്ച് കണ്ട് ഉഷാറിപ്പോ കുറച്ച് വലിയ ഊക്കന്മാരാണല്ലോ എന്ന് മറ്റൊരുക്കൊന്ന് തോന്നട്ടെ എന്നെനിക്ക് അവിടെ യുദ്ധരംഗത്ത് ഒരു ഇളവ് കൊടുത്തത് കാണാൻ കഴിയും. അല്ലാഹു പറഞ്ഞതൊക്കെ ഇളവുള്ളതായിട്ട് എനിക്കറിയില്ല. അല്ലാഹു അത് യുദ്ധമല്ല. ഇവിടെ നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങുമ്പോ യുദ്ധം ചെയ്യാൻ ഇറങ്ങില്ലല്ലോ. ഇവിടെ ഇറങ്ങുന്നത് കറുപ്പിച്ചാൽ കബളിപ്പിക്കാൻ തന്നെയാണ്. പ്രായം കുറക്കാൻ വേണ്ടി. അത് ഓന് വേണ്ടിയാണ്, ദീന് വേണ്ടി. ഓന് പ്രായം കുറച്ച് കാണിക്കാനും ഓനൊരു സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ്. അവിടെ അത് ഇളവില്ല. മറ്റു പൊതുവായിട്ടുള്ളതാണ്. അവിടെ മാത്രമാണത് നൽകിയത്. നമുക്ക് അവസാനിപ്പിക്കുന്നു. ഉണ്ടാക്കി ചോദിക്കുക. ഉള്ള ചോദ്യം കഴിഞ്ഞേക്കണ്. ഇനിയിപ്പോ ഉണ്ടാക്കി ചോദിക്കും. അത് വേണ്ട. പ്ലാസ്റ്റർ ഇട്ട ഒരാൾ സുഹൈബുൽ ജബാഇർ എന്ന് പറയും. പ്ലാസ്റ്റർ ഇട്ട ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാൾക്ക് അതിന് മീതെ തടവിയാൽ മതി. അയാൾക്കത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ സോക്സ് ഇട്ട ആളുടെ ഹുക്കം അയാൾക്ക് ലഭിക്കും. എന്നാൽ സോക്സ് ഇടുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അയാൾക്കില്ല. സോക്സ് ഇടുമ്പോ വുളൂ ചെയ്തുകൊണ്ടാവണം സോക്സ് ഇടുന്നത്. എന്നാൽ അയാൾക്ക് 24 മണിക്കൂറിനുള്ളിൽ പിന്നെ സോക്സ് അയക്കേണ്ട ആവശ്യമില്ല. വുളൂ ഉണ്ടാക്കിയ ശേഷം സോക്സ് ധരിച്ചു എങ്കിൽ 24 മണിക്കൂർ വരെ അയാൾക്ക് ഇനി വുളൂ ചെയ്യുമ്പോൾ സോക്സ് അയക്കേണ്ട, അതിന് മേൽ തടവിയാൽ മതി. പക്ഷെ തടവേണ്ട ഭാഗം മൊത്തം മറയുന്ന സോക്സ് ആയിരിക്കണം എന്ന് മാത്രം. ബിരിയാണി വരെ മറയുന്ന സോക്സ് ആവണം. അടി മാത്രമുള്ള മേലെ ഓപ്പണായ സോക്സ് ആണെങ്കിൽ പറ്റൂല എന്നത്. കീറിയത് പൊളിഞ്ഞത് ഒക്കെ പറ്റൂല. എന്നാൽ ഈ പ്ലാസ്റ്ററിൽ ആ ഹുക്കുമും ഇല്ല. കാരണം പ്ലാസ്റ്റർ ഇടാൻ പോകുമ്പോൾ ഒന്നാക്കി ഇടാന്നുള്ളത് പ്രായോഗികമല്ല. ആക്സിഡന്റ് ആയി ആരെങ്കിലും എടുത്തുകൊണ്ടുപോവുക ചെയ്യും. അതേപോലെ അയാൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം എന്ന ലിമിറ്റ് ഇല്ല. ഈ ചികിത്സയുടെ ഭാഗമാണ്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് ആ പ്ലാസ്റ്റർ അഴിക്കുന്നവരെ അതിന് മീതെ തടവിയാലും മതി. ഒരു കയ്യുമ്പോൾ പ്ലാസ്റ്റർ ഉണ്ട്, ബാക്കിയെല്ലാം അയാൾ സാധാരണ പോലെ കഴുകുന്നു. ഈ കയ്യുമ്പോൾ എത്തുമ്പോൾ അവിടെ അതിന് മീതെ അയാൾ തടവും. കുറച്ച് ഭാഗം ഇവിടെ വെളിവായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പ്ലാസ്റ്റർ ഉള്ളൂ എങ്കിൽ ഉള്ള ഭാഗം കഴുകാൻ പറ്റുമെങ്കിൽ കഴുകണം. ആ കഴുകൽ ഇത് ദോഷമാകുമെങ്കിൽ കഴുകേണ്ടിരിക്കാം. അല്ലെ പ്ലാസ്റ്റർ ഇടുമ്പോഴും ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, അയാൾക്ക് എത്രയാണോ പ്ലാസ്റ്റർ ആവശ്യം അതേ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ. ഒപ്പടെ മാത്രം ഇട്ടാൽ മതി. ഡോക്ടർ ഒന്നാകണ്ട് ഇട്ടു. ഈ മനുഷ്യന്റെ വുളൂവിനെ വരെ ഇത് ബാധിക്കുന്നുണ്ട്. ഇയാൾ ഉത്തരവാദിയല്ല, അവിടെ ഡോക്ടറാണ് ഉത്തരവാദി. അപ്പൊ ഇസ്ലാമിക വൈദ്യശാസ്ത്രം കൂടി അറിഞ്ഞണം മുസ്ലിമീങ്ങളായ ഡോക്ടർമാർക്കെങ്കിലും എന്ന് നമുക്ക് പറയാം. പിന്നെ വേണ്ട, മേൽ തടവിയാൽ തൈമം ആവശ്യമില്ല. ഇതിന് മേൽ തടവിയാൽ തൈമം ആവശ്യമില്ല. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ 2 അസുലാണ്. ഇന്നത്തെ നേർവഴി കേട്ടാണ്. ഇന്ന് രാവിലെ നേർവഴി ഉണ്ടായിരുന്നു. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന പേരിൽ 2 അസുലാണ് അതിൽ ഇസ്ലാം പരിഗണിച്ചത്. ഒന്ന് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ വല്ലതും ശരീരത്തിന് പുറത്തേക്ക് പോയാൽ നോമ്പ് മുറിയും. അതുകൊണ്ടാണ് ആർത്തവരക്തനായ നോമ്പ് മുറിയും, പ്രസവിച്ചാൽ നോമ്പ് മുറിയും.
ഇന്ദ്രിയസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയും. അത് മനുഷ്യന്റെ ശേഷിയെ ക്ഷീണിപ്പിക്കുന്ന കാര്യമാണ്. ആ മൂത്ത് വെച്ച നോമ്പ് മുറിയില്ല, കാട്ടിച്ച നോമ്പ് മുറിയില്ല. അത് വേസ്റ്റ് ഒഴിവാക്കണം. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും, കൽപ്പിച്ചിട്ട് ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. രക്തം പുറത്തേക്ക് എടുത്താൽ നോമ്പ് മുറിയും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അവിടെ ഹിജാമ ചെയ്യാൻ പറ്റുകയാണ്. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണെങ്കിൽ ഡയാലിസിസ് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യം, അതും പറ്റൂല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച നോമ്പ് മുറിയും, വെള്ളം കുടിച്ച നോമ്പ് മുറിയും എന്ന് പദം അങ്ങനെയാണ്. ഗ്ലൂക്കോസ് കഴിച്ച നോമ്പ് മുറിയും. അതൊരു മരുന്നാണെങ്കിലും മനുഷ്യന്റെ ക്ഷീണം മാറ്റാനും പോലെ ഒന്ന് ഉഷാറാക്കാനുമുള്ളതാണ് ഗ്ലൂക്കോസ് ഒക്കെ. സാധാരണ സൂചിച്ചാലോ നോമ്പൊട്ട് മുറിയുകയുമില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഇഞ്ചക്ഷൻ പൊടിച്ച. അപ്പൊ എന്നതുപോലെയാണ് ഇഞ്ചക്ഷൻ. ഏത് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് പകരം ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടാവും, അത് പറ്റില്ല. അല്ലാത്ത ചികിത്സയുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ നോമ്പ് മുറിയുകയും ഇല്ല. അപ്പൊ എന്നതുപോലെയാണ് ഇതിലും പറയാൻ പറ്റുക. ഇതിപ്പോ ക്ഷീണം മാറാനും ഓരോരു ഉന്മേഷം കിട്ടാനൊക്കെ ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണത്തിലാണ് അപ്പൊ വരാന്ന് മനസ്സിലാക്കാൻ. അതിന്റെ വിശദാംശം എനിക്കറിയില്ല. അക്യുപഞ്ചർ എന്താ ഉണ്ടാകുന്നത് ഞാൻ ചെയ്യാനും പോയിട്ടില്ല, കാണാനും പോയിട്ടില്ല. എന്താ അതിന്റെ രീതി എനിക്കറിയില്ല. അതുകൊണ്ട് ശരീരത്തിൽ അങ്ങനെ പുട്ടി വർദ്ധിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഈ ഗണത്തിൽ വരുമായിരിക്കാം. ഒന്നാം ഓക്കെ, അൽഹംദുലില്ലാഹ് അവസാനിപ്പിക്കാണ്. അടുത്ത ആഴ്ച ചോദിക്കാനുണ്ടാവില്ല. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അറിവനുസരിച്ച് പറഞ്ഞു. അബദ്ധങ്ങൾ വന്നെങ്കിൽ അല്ലാഹു അതെല്ലാം മുൻപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ദീനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് ഗൗരവം അതിന് ആവശ്യമുണ്ട്. നമ്മൾ ആരും തികഞ്ഞവരല്ല. എത്ര പഠിച്ചാലും ഒന്നും ആവുകയില്ല. ഇനി പഠിച്ചതന്നെ ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല. ഓർമ്മയിൽ വരുന്നത് പക്ഷേ തെറ്റായി വരികയും ചെയ്തേക്കാം. ഏതായാലും ബോധപൂർവ്വം നമ്മൾ ആരും ഇതിനെതിരായി പറയാൻ ശ്രമിക്കാറില്ല. പടച്ചറപ്പ് പോരായ്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ദീനെ കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക, അത് പ്രകാരം ജീവിക്കുക. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.